വൈഫിൻ്റെ മാമൻ്റെ സ്തോത്രം വൈഫാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവിന് വേണ്ടി വളരെ ശക്തമായി ദാഹമുള്ള ഒരു ദൈവദാസിയാണ്. അതിൻ്റെ പ്രതിഫലങ്ങളാണ് അവരുടെ തലമുറകളുടെ ഉയർച്ചകളും അനുഗ്രഹങ്ങളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകൽ നമ്മെ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കും. ഈ ആണ്ട് പ്രാരംഭത്തിലെ ദൂത് സഭയോട് പറയാൻ ദൈവം എന്നെ നിയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് ഇന്ന് പകൽ നമുക്ക് വേണ്ടി ചെയ്യും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടിച്ചാട്ടെ, ആത്മനിറവോടെ 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 എല്ലാ കണ്ണുകളും അടിച്ച് അഭിഷേകത്തോടെ സ്തോത്രം ചെയ്താട്ടെ. எனக்காய் ஜீவன் விட்டவரே, என்னோடிருக்க எளிந்தவரே, எனக்காய் ஜீவன் விட்டவரே, என்னோடிருக்க எளிந்தவரே, என்னை என்றும் வழி நடத்துவாரே, என்ன சந்திக்க வந்திடுவாரே, என்னை என்றும் வழி நடத்துவாரே, என்ன சந்திக்க வந்திடுவாரே. യേശു போதுமே போதுமே, യേശു போதுமே போதுமே, எந்த நாளிலுமே என்னிலையிலுமே எந்த வாழ்வினிலே യേശു போதுமே. புல்லுள்ள இடங்களில் மேய்த்திடுவார், அமர்ந்த தண்ணீரண்டாய் நடத்திடுவார். புல்லுள்ள இடங்களில் மேய்த்திடுவார், அமர்ந்த தண்ணீரண்டாய் நடத்திடுவார். ஆத்துமாவை தினம் தேற்றிடுவார், மரண பள்ளத்தாக்கில் காத்திடுவார். ஆத்துமாவை தினம் தேற்றிடுவார், மரண பள்ளத்தாக்கில் காத்திடுவார். യേശു போதுமே போதுமே, യേശു போதுமே போதுமே, எந்த நாளிலுமே என்னிலையிலுமே எந்த வாழ்வினிலே യേശു போதுமே. எனக்காய் ஜீவன் விட்டவரே, என்னோடிருக்க எளிந்தவரே, எனக்காய் ஜீவன் விட்டவரே, என்னோடிருக்க எளிந்தவரே, என்னை என்றும் வழி நடத்துவாரே, என்ன சந்திக்க வந்திடுவாரே, என்னை என்றும் வழி நடத்துவாரே, என்ன சந்திக்க வந்திடுவாரே. மனிதர் என்னை கைவிட்டாலோ, மாமிசமழுகி நாரிட்டாலோ, மனிதர் என்னை கைவிட்டாலோ, மாமிசமழுகி நாரிட்டாலோ, ஐஸ்வர்யம் யாவோ அழிந்திட்டாலோ, ஆகாதவன் என்று தள்ளிவிட்டாலோ, ஐஸ்வர்யம் யாவோ அழிந்திட்டாலோ, ஆகாதவன் என்று தள்ளிவிட்டாலோ, യേശു போதுமே போதுமே, യേശു போதுமே போதுமே, எந்த நாளிலுமே என்னிலையிலுமே எந்த வாழ்வினிலே യേശു போதுமே, எந்த நாளிலுமே என்னிலையிலுமே எந்த வாழ்வினிலே യേശു போதுமே. ഓ പരിശുദ്ധ കർത്താവേ, നല്ല പകലിനായി സ്തോത്രം. ആണ്ടിൻ്റെ ആരംഭം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിനായി സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഇടപെടണമേ, ജനത്തോട് ദൈവാത്മാവ് സംസാരിക്കണമേ. ശക്തനായ ദൈവത്തിൻ്റെ കരുത്തിൻ്റെ ദൂതുകളെ ഏറ്റെടുത്ത് ആരാധിച്ച് ഇന്ന് പകൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ.
ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഷാജി പാസ് കുടുംബത്തിനുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, നമ്മെ ഉയർത്തുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഞാൻ മുഖവരയിലെ കുറുവാക്യത്തിലേക്ക് വരും മുമ്പ് ഒരു ദൂത് പറയാം. വാക്യം നിങ്ങൾ വായിക്കേണ്ട, ശ്രദ്ധിച്ചാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 1:11 പറയുന്നു, സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. 2:11 അവൻ്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ അനേകരവനെ കൈക്കൊണ്ടു. 2025 നിന്നെ റിജക്റ്റ് ചെയ്തവർ, നിന്നെ തള്ളിയവർ, നിന്നെ വേണ്ടെന്ന് വെച്ചവർ 2026 നിന്നിലൂടെ വെളിപ്പെടുന്ന ചില മഹത്വം കണ്ട് അവർ ഓടി വരത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട വിഷയം പറയാം. ഈ ആണ്ടിൽ ദൈവ മഹത്വം എൻ്റെ മേൽ വെളിപ്പെടണം. ഒരാമേൻ പറഞ്ഞാട്ടെ. ദൈവ മഹത്വം എൻ്റെ മേൽ വെളിപ്പെടണം. സ്തോത്രം. മഹത്വം നിന്റെ മേൽ വെളിപ്പെട്ടാൽ നീ അങ്ങോട്ട് പോകണ്ട, ചിലർ ഇങ്ങോട്ട് വരും. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാം യേശു കർത്താവിനെ കുറിച്ചുള്ള ഒത്തിരി അപവാദങ്ങൾ അറിയാം. ഒന്ന്, വേശ്യാപുത്രൻ എന്നാണ് യേശുവിനെ വിളിച്ചത്. ഒരു മകനും സഹിക്കാൻ കഴിയാത്തൊരു പദമാണ്. യേശുവിനെ നോക്കി എന്താ വിളിച്ചേ? വേശ്യാപുത്രൻ. യേശു മിണ്ടിയില്ല, തിരിച്ച് പ്രതികരിച്ചില്ല, സൈലൻ്റ് ആയിട്ടിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറയുക, ഇവൻ്റെ ശുശ്രൂഷയൊക്കെ കൊള്ളാം, പക്ഷേ ഇവൻ്റെ അകത്തൊരു ഭൂതമുണ്ട്. ഭൂതങ്ങളുടെ തലവനായ ബെയിൽസബൂലിനെ കൊണ്ടാണ് ഇവൻ്റെ പരിപാടി മുഴുവൻ. സ്വത്രം പറഞ്ഞാട്ടെ. മൂന്നാമത്തെ അപവാദം, ഇവൻ സാധാരണക്കാരനാ, തച്ചൻ്റെ മകനാ. ഇവൻ്റെ സഹോദരങ്ങൾ ആരൊക്കെയാ? മീൻ പിടിക്കുന്നവരാ. സ്വത്രം പറഞ്ഞാട്ടെ. ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ അഭിഷേകം പ്രാപിച്ച് ആത്മസ്നാനം പ്രാപിച്ച് കഴിഞ്ഞപ്പോൾ അവൻ കേട്ട 3 അപവാദങ്ങളാ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഈ അപവാദം പറഞ്ഞവർ ഒരു ദിവസം അവനോട് ചോദിക്കുക, നീ ഞങ്ങൾക്ക് രാജാവായിട്ടിരിക്കാം. നിന്റെ കുലത്തെ വെച്ച് കളിയാക്കിയവൻ, നിന്റെ ശുശ്രൂഷ വെച്ച് കളിയാക്കിയവൻ, നിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തോ പറയാ, നീ ഞങ്ങൾക്ക് രാജാവായിട്ടിരിക്കാവോ? മറ്റൊരുത്തരെ ഞങ്ങൾ കാണുന്നില്ല. ഇതാ ദൈവ മഹത്വം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. ആമേൻ. നീ തിരിച്ച് പോസ്റ്റ് ഒട്ടിക്കണ്ട, നീ തിരിച്ച് ഫേസ്ബുക്കിൽ എഴുതണ്ട. ഒറ്റ പ്രാർത്ഥന, 2026 അവൻ്റെ മഹത്വം എൻ്റെ മേൽ ഇറങ്ങി വരും. ഒരാമേൻ പറഞ്ഞാട്ടെ. അവൻ്റെ മഹത്വം എൻ്റെ മേൽ ഇറങ്ങി വരും. ഞാൻ വിശ്വസിക്കുന്നു 2026 ഒരു വലിയ മഹത്വം നമ്മുടെ നടുവിലുണ്ടാകും. എത്ര പേര് കർത്താവിന് സ്തോത്രം ചെയ്യുന്നുണ്ട്? ഈ മഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ അങ്ങോട്ട് പോകണ്ട. സ്തോത്രം പറയാം. മഹത്വം വെളിപ്പെട്ടവനെ കാണാൻ വന്നത് 12 ഗ്രാമത്തിൽ നിന്ന്. ഒരാമേൻ പറയണം. ആമേൻ. സ്തോത്രം. 12 ഗ്രാമത്തിലെ ജനം 3 ദിവസമായിട്ടും അവനെ വിട്ടു പോകുന്നില്ല. ചോദിച്ചേ, എന്നിട്ട് എത്ര ദിവസമായി? 3-ാം ദിവസമായി. നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നാ. എന്താ പോകാത്തത്? അവൻ്റെ പക്കൽ ചിലതുണ്ടെന്ന്. ഒരു സ്തോത്രം പറയണം. നിന്നെ ഒരു ഗ്ലോറി ആക്കാൻ ദൈവം തീരുമാനിച്ചാൽ അതിനെ തടുക്കാനോ തടയാനോ ഇവിടുത്തെ ഒരു മന്ത്രവാദ ശക്തിക്കോ, ഇവിടുത്തെ ഒരു ഈസങ്ങൾക്കോ, ഇവിടുത്തെ ഒരു കെട്ടുകൾക്കോ, ഇവിടുത്തെ ഒരു പോരാട്ടങ്ങൾക്കോ കഴിയത്തില്ല. അവന്റെ കൃപയുടെ വ്യാപാരം നിന്റെ മേൽ ഇന്ന് പകൽ ചലിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ വാക്യത്തെ തന്നെ കേന്ദ്രീകരിച്ചൊന്നിറങ്ങി വരാം. രാമേൻ പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകൽ കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന്? ആ ഉറപ്പോടെ ഇരുന്നോണം, ആ ബലത്തോടെ ഇരുന്നോണം, ആ കൃപയോടെ ഇരുന്നോണം. ഞാൻ അതിനകത്ത് കയറി വരും. എങ്കിലും ഫണ്ടമെൻ്റലായിട്ടൊരു ദൂത് ഇന്ന് പകൽ തരാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം, അതിൻ്റെ 18-ാമത്തെ വാക്യവും അതിൻ്റെ 27-ാമത്തെ വാക്യവും. വെളിപ്പാട് പുസ്തകം 2:18, 27. ആ ആ ആ ആ ദൈവ ദൂതൻ അരുളി ചെയ്യുന്നത്, ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹവും വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും ആ ആ മതി. ഇനി അതിന് 27-ാമത്തെ വാക്യം. 27. ആ അധികാരം കൊടുക്കും. ആ ആ ആ വായിച്ചേ കുഴപ്പമില്ല, വായിച്ചോ. ആ ആ മതി. ഒരാമേൻ പറഞ്ഞാട്ടെ. അമേൻ. ആ 2 വാക്യത്തിൻ്റെ അകത്തെ അന്തരം പിടികിട്ടിയോ? ആഴം പിടികിട്ടിയോ? തുയരസ്ഥൈര സഭയോട് പറയുക, കുശവൻ്റെ പാത്രം ഉടയ്ക്കും പോലെ ഞാൻ ചിലതിനെ ഉടയ്ക്കും. സ്വോത്രം പറഞ്ഞാട്ടെ. ഇനി അതിൻ്റെ അകത്തോട്ട് ഞാൻ വരാൻ പോവാ. ഈ കുശവൻ്റെ പാത്രം ഉടയ്ക്കുന്ന പോലെ ഞാൻ ആരെ ഉടയ്ക്കാൻ പോണമെന്നറിയാമോ? 20-ാമത്തെ വാക്യം പറയുന്നുണ്ട്, സഭയോട് വെല്ലുവിളിക്കുന്ന ഇസബേലിൻ്റെ പ്രവർത്തികളെ ഞാൻ ഉടയ്ക്കുന്ന ദൈവമാണ്. തുയത്തൈര സഭയോട് ആത്മാവ് യോഹന്നാനിലൂടെ പറയുന്നു, ആമേ, വിശ്വാസത്തിലും സ്നേഹത്തിലും ദൈവകൃപയിലും നിൽക്കുന്ന ചിലതിനെ തകർക്കാനും മുടിക്കാനും കയറുന്ന ഇസബേൽ എന്ന വ്യാപാരത്തെ ഞാൻ ഉടച്ചു കളയുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങും. ഈ പോസ്റ്റർ എൻ്റെ ചർച്ചിൻ്റെ ഫ്രണ്ടിലുണ്ട്. സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം മേപ്പുകടയ്ക്കടുത്ത് ഒരു മീറ്റിങ്ങിന് പോയിട്ട് ഇങ്ങനെ വരുമ്പോൾ, അപ്പോൾ ഒരു കടയിൽ നിർത്തിയിട്ട് ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായക്കടക്കാരൻ ഇങ്ങനെ ചായ അടിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി തന്നെ. നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടല്ലോ? ഞാൻ ഇങ്ങനെ കൂടെ വരുന്ന. പിന്നെ പുള്ളിക്കാരൻ പിന്നെയും നോക്കും. പിന്നെ ചായ അടിച്ച് കൈ തന്ന് വേറെ ആൾക്കാർ വന്ന് അവർക്കും ചായ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ നോക്കും. അന്നേരം പെണ്ണുമ്പിള്ള പറഞ്ഞ്, ചേട്ടാ ഇവിടെ കടയുടെ ഫ്രണ്ടിൽ ഒരു പോസ്റ്റ് ഒട്ടിച്ചില്ലേ, അതിനകത്തുള്ള ആളാണ്. സ്തോത്രം പറഞ്ഞേട്ട്. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, പോസ്റ്റ് കീറിക്കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, തുയത്തൈര സഭയുടെ അകത്ത് ഒരു വലിയ പോരാട്ടമുണ്ട്. അത് ഇസബേലിൻ്റെ പോരാട്ടമാണ്. ഞാനതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി വരാം. സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, ദൈവത്തിൻ്റെ പ്രവൃത്തി 2026 സഭയ്ക്കകത്ത് വെളിപ്പെടും. സഭയ്ക്കകത്ത് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ ദിവസം വരെ നടന്നത് ട്രയലാ. ഇനി ഒറിജിനലാ ഇതിനകത്ത് വെളിപ്പെടാൻ പോണത്. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം. ഞാൻ നമ്മുടെ ആണ്ടിൻ്റെ ആരംഭത്തിലായതുകൊണ്ട് കൂട്ടത്തിൽ ഒരു മെസ്സേജും കൂടെ പറഞ്ഞ് ദൂതെടുത്ത് കയറാൻ ആഗ്രഹിക്കുക. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. AD 606 മുതൽ സ്തോത്രം ഏതാണ്ട് 1520 വരെയാണ് ഈ സഭയുടെ ഒരു കാലഘട്ടം. വെളിപ്പാട് പുസ്തകം 3 ഭാഗമായിട്ടാണ് യോഹന്നാൻ എഴുതുന്നത്. ഈ 3 സ്ഥലത്ത് പറയുന്നുണ്ട് ആത്മവിവശനായി. ഈ വെളിപ്പാട് പുസ്തകം ഉണ്ടല്ലോ, പുള്ളി നല്ലൊരു റൂം എടുത്ത് AC ഒക്കെ വെച്ചിട്ട് നല്ലൊരു മേശയൊക്കെ എടുത്തിട്ട്
കുറച്ച് നല്ല പേപ്പറൊക്കെ മേടിച്ചിരുന്ന് എഴുതിയതല്ല. പത്മോസിൻ്റെ ദ്വീപിൽ കിടക്കുന്ന മനുഷ്യൻ 3 പ്രാവശ്യം ആത്മവിവശനായി. രാമൻ പറഞ്ഞാട്ടെ, ഒന്നാമത്തെ വിവശതയ്ക്കകത്ത് എഴുതിയതാണ് 7 സഭകൾക്കുള്ള ദൂത്. രണ്ടാമത്തെ വിവശത വന്നപ്പം തമ്പുരാൻ പറഞ്ഞു ഇവിടെ കയറി വരാൻ പറഞ്ഞു. സ്തോത്രം പറഞ്ഞാട്ടെ. എന്നിട്ട് പറഞ്ഞ് മൂന്നാമത്തെ വിവശത വന്നപ്പോൾ പറഞ്ഞു മേലാൽ സംഭവിപ്പാൻ പോണത് ഞാൻ നിന്നെ. ഒരാമയും പറഞ്ഞാട്ടെ. അപ്പം ആത്മീയന് ഒരാത്മവിവശത ഉണ്ട്. സ്തോത്രം പറയണം, സ്തോത്രം പറയണം. അപ്പം ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ആത്മവിവശതയില്ലേ? സ്തോത്രം. ഈ ആത്മവിവശത പറയുമ്പോൾ അതിൻ്റെ ആഴം ഞാൻ കാണിച്ചു തരാം. എടുത്തേ സ്തോത്രം. ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം എടുത്ത്, ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം എടുത്തേ, 10-ാം അധ്യായം എടുത്തേ, അതിൻ്റെ 6-7 വാക്യം ഒന്ന് വായിച്ചേ. അവൻ്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമരത്തിൻ്റെ വർണ്ണം പോലെയും അവൻ്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിൻ്റെ ആരവം പോലെയും ആയിരുന്നു. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം എന്ത് ചെയ്തില്ല. ഒരു കാര്യം ഓർത്തോണം, ഈ ദർശനം കാണുന്നവനോട് ദർശനം കണ്ട കാര്യം പറഞ്ഞാൽ അവന് മനസ്സിലാകും. ദർശനം കാണാത്തവനോട് നീ ദർശനം പറഞ്ഞാൽ അവൻ പറയും ഇത് പൊട്ട കഥയാന്ന് പറയും. പിന്നെ അവനോട് അടി ഉണ്ടാക്കാൻ പോകരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി ഈ ഇരമ്യാവ് ഒരു ദർശനം കണ്ട് തിളയ്ക്കുന്ന കലം എവിടെ നിന്നാണ് വരുന്നത്? വടക്ക് നിന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിളയ്ക്കുന്ന കലം. സ്തോത്രം പറഞ്ഞാട്ടെ. അവർക്കത് ആത്മീയനെ ആത്മീയ ഭാഷ എന്ത് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ചില ദൈവാസന്മാർ ഒരു ദൂതിൻ്റെ ശൈലിയുണ്ട്, വെട്ടിക്കേറി വാ. സ്തോത്രം. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലരങ്ങ് ആരാധിക്കും. അവർ ഉദ്ദേശിക്കുന്നത് നിൻ്റെ തടസ്സങ്ങളെ വെട്ടിക്കേറി വരാനാണ്. ഇല്ലാത്തവൻ പറയും എടാ വെട്ടിക്കേറാനോ? ആരെ? മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം ഈ 7 സഭകൾക്ക് ദൂത് പറയുമ്പോൾ അവസാനം പറയുന്നൊരു പദമുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത്. കാരണം സഭയോട് സംസാരിക്കുന്നത് ആരാ? ആത്മാവാ. കാരണം സഭ ഈ പാറ കയ്യിലാ, ആത്മാവിൻ്റെ കയ്യിലാ. പരിശുദ്ധാത്മാ. അതിൻ്റെ തെളിവ് തരാം. പിതാവും പുത്രനും എവിടാ? സ്വർഗത്തിൽ. പുത്രൻ കരയേറിപ്പോയി. ഇപ്പം പിതാവിൻ്റെ വലത്ത് ഭാഗത്താ. പിടികിട്ടിയോ? അവിടെ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി സ്തോത്രം. അപ്പോൾ ഭൂമിയിൽ ആരാ നിയന്ത്രിക്കുന്നത്? പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവന് ചെവി കൊടുപ്പി. സ്തോത്രം പറയണം. ആത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ അതെന്ത് ചെയ്യണം? ഒട്ടെ ചോദിക്കരുത് ആത്മാവ് ഇങ്ങനെയൊക്കെ പറയുമോ, നീ വീക്ക് മേടിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ നീ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, ഏറ്റെടുക്കണം. സ്തോത്രം പറയണം. വാക്യം വേണം ഞാൻ തരാം. യോഹന്നാൻ്റെ സുവിശേഷം. ഇത് നമ്മൾ പ്രസംഗിച്ച് വെറുതെ പോയാൽ നിങ്ങൾ പറയും അങ്ങനൊന്നും ഇല്ല പാസേ. സ്തോത്രം ഇല്ല. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 25-26 വാക്യം പടപടയെന്ന് വായിച്ച്. കണ്ണ് കാണാൻ വയ്യാത്തവരോട് വായിപ്പിക്കാതെ ചെറുപ്പക്കാർ വായിച്ച്. ഇല്ല. യോഹന്നാൻ്റെ സുവിശേഷം 14-25. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും പിടികിട്ടിയോ? ആരുപദേശിക്കുമെന്ന്? പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരിലൂടെ ഉപദേശിക്കുന്നത്? ഇപ്പം പരിശുദ്ധാത്മാവാണ് സഭയെ ഉപദേശിക്കുന്നത്. അതാരിലൂടെയാണ് ആത്മാവ് ഉപദേശിക്കുന്നത്? ദൈവദാസനിലൂടെ. സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പം ദൈവദാസൻ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യം പറഞ്ഞാൽ അതെന്ത് ചെയ്യണം? അനുസരിക്കണം. സ്തോത്രം. നേരം വിളയിൽ പോയി കമ്മിറ്റി കൂടരുത്. സ്തോത്രം. ഇവ പണ്ടൊക്കെ ആണെങ്കിൽ പറയും ജോർജേ നാളെ വൈകുന്നേരം എൻ്റെ വീട്ടിലോട്ട് വരണം കേട്ടോ. ഞാൻ സെൽവനെയും ഗോപിനെയും രമേശിനെയും വിളിച്ചിട്ടുണ്ട്. സഭയുടെ 1-2 കാര്യങ്ങൾ എന്ത് ചെയ്യണം? അല്ല പാസ്റ്റർ ആ വഴി വന്നാൽ നമ്മളെ കാണുമോ?
നിങ്ങൾ കാര്യം ചെയ്യ്, നീ ഏലാ കഴവരി വരണം, മറ്റവൻ തോറ്റുംകര കൂടെ വരും. സ്വത്രം പറഞ്ഞാട്ടെ. അവൻ്റെ വീട്ടിൽ കയറാൻ 16 വഴിയുണ്ട്. പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല, കാരണം ചർച്ചിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് കിടപ്പുണ്ട്. സ്വത്രം പറഞ്ഞാട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ഗ്രൂപ്പിനകത്ത് കയറിയിട്ട് ആരാണ് ഉദ്ദേശിക്കുന്ന അയാളുടെ അതിനകത്ത് കയറി അയാൾക്ക് സെപ്പറേറ്റ് മെസ്സേജ് എന്ത് ചെയ്യാം? ഒരാമയും പറഞ്ഞാട്ടെ. അപ്പം ഞാൻ നിങ്ങളോട് കണ്ടോ, എൻ്റെ പിതാവ് എൻ്റെ നാമത്തിലായപ്പോഴുള്ള പരിശുദ്ധാത്മാവിൻ്റെ കാര്യസം നിങ്ങൾക്ക് സകലത ഉപദേശിച്ച് തരികയും അടുത്തത് പിടികിട്ടിക്ക് സ്വതന്ത്രം പറഞ്ഞാട്ടെ. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ ലീഡിങ് പരിശുദ്ധാത്മാവാണ്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഈ കമ്മിറ്റിയുള്ള സഭയുടെയൊക്കെ അവസ്ഥ അറിയാവോ? എന്നാന്ന് എന്തുവാ? കലണ്ടർ തൂക്കാൻ ആണി അടിക്കണമെങ്കിൽ യവന്മാരുടെ പെർമിഷൻ വേണം. നിങ്ങൾ മിണ്ടുന്നില്ല, ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഞാനൊരു യോഗത്തിന് പണ്ട് പ്രസംഗിക്കാൻ പോയി. അപ്പോൾ എന്നോട് ഒരു ദിവസം യോഗ പകലും വൈകിട്ട് വിളിച്ചത്. ചെന്നപ്പോൾ പാസ് പറഞ്ഞു ഒരു 12:30 ആകുമ്പോൾ നിർത്തണം. ഞാൻ പറഞ്ഞു നോട്ടീസേ കണ്ടത് രാവിലെ 10 തൊട്ട് 1 മണി വരെ എന്നല്ലേ? അല്ല, ഉച്ച കഴിഞ്ഞിട്ട് ഒരു കമ്മിറ്റിയുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു പിന്നെ സഭയുടെ ഔദ്യോഗികമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ കമ്മിറ്റി ഉണ്ടെങ്കിൽ പിന്നെ ശരി, ഓക്കെ. 11 മണിക്ക് സമയം തന്ന് 12:30 ആയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് 12:15 നിർത്തിയിട്ട് ഞാൻ റൂമിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പം 3 മണിയായിട്ട് കമ്മിറ്റി എന്ത് ചെയ്തിട്ടില്ല, തീർന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ശരിയാകത്തില്ല, ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം. അങ്ങനെ തർക്കവും വാദമായി. ഞാൻ പതുക്കെ താഴോട്ടെന്ന് വെച്ച് ഇങ്ങനെ ഈ തള്ളുന്ന ജനല തള്ളി മാറ്റിയപ്പോൾ എന്നെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഒരു ഉണങ്ങിയ തെങ്ങ് നിപ്പുണ്ട്. ഇത് മുറിക്കുന്നതിൻ്റെ കമ്മിറ്റിയാണ് 12:30 മുതൽ 3 മണി വരെ. ഈ ബോധവുമില്ലാത്തവന്മാരെയൊക്കെ പിടിച്ചു കയറ്റിയുള്ള കുഴപ്പം എന്നാന്ന് മനസ്സിലാകുന്നുണ്ടോ? സ്വതന്ത്രം പറയണം. ആമേൻ. എടാ, ഉണങ്ങിയ തെങ്ങ് മുറിക്കാനാണ് ഈ പ്രസംഗിക്കേണ്ട സമയം മുഴുവൻ വെട്ടിക്കുറച്ച് എന്ത് ചെയ്തത്. ഞാൻ അത് കഴിഞ്ഞിട്ട് വൈകിട്ടും കമ്മിറ്റി അത് അവർ ഫൈനലൈസ് ആയില്ല. എല്ലാം കഴിഞ്ഞ് പ്രസംഗം എല്ലാം കഴിഞ്ഞ് വൈകിട്ട് അവിടുന്ന് മീറ്റിംഗെല്ലാം കഴിഞ്ഞ് പോയി. 1.5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും പോയപ്പോൾ ആ തെങ്ങ് അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ സന്തോഷം എന്താണെന്നറിയാവോ? അപ്പോൾ പാസ് പറഞ്ഞു, പാസേ തെങ്ങ് മുറിക്കാൻ കമ്മിറ്റി കൂടും, പക്ഷെ വെറുതെ ചായയും വടയിട്ട് കൊടുക്കുന്നല്ലാതെ. പക്ഷെ അവസാനമുണ്ട്, ഈ കമ്മിറ്റിക്കകത്തുള്ള 4 പേര് ഇപ്പോൾ സഭയ്ക്കകത്തില്ല. തെങ്ങ് അവിടെ തന്നെ ഉണ്ട്. പിടികിട്ടിയില്ല. തെങ്ങ് അവിടെ തന്നെ ഉണ്ട്, ഇവന്മാരവിടെ ഇല്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആമേൻ. എന്താ കാര്യം എന്നറിയാമോ? സഭ ആരുടെ വകയാണ്? ദൈവത്തിൻ്റെ. സഭയെ നിയന്ത്രിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. ഈ വെളിപ്പാട് നമുക്കുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്ന് ആരാധിച്ചിട്ട് പോകും. രാമൻ പറഞ്ഞാട്ടെ. ഈ വെളിപ്പാടില്ലാത്തതാണ് പല സഭയുടെയും പ്രശ്നം. ഇതിനകത്ത് ഞാൻ ദൂത് പറയാം. 2026 ദൈവം പറയുന്ന നിലയ്ക്ക്, ദൈവം പറയുന്ന രീതിക്ക് ആത്മാവിന്റെ ഹിതത്തിന് പോയാൽ ഇതിനകത്ത് വമ്പൻ മിറക്കിൾ ദൈവം ചെയ്യാനിടയാകും. ഈ പരിശുദ്ധാത്മാവ് നയിക്കുന്ന സഭയുടെ പ്രത്യേകത പറയാം. അത് കൃപാപരമുള്ള സഭയായിരിക്കും. സ്വത്രം പറഞ്ഞാട്ടെ. അവിടെ സാക്ഷ്യം ഉണ്ടാകും. അവിടെ കൃപാപരത്തിനാണ് പ്രാധാന്യം. ഇനി മനുഷ്യൻ ഭരിക്കുന്ന സഭയ്ക്കകത്ത് കൃപാപരം എന്ത് ചെയ്യത്തില്ല, ജ്വലിക്കത്തില്ല. പോട്ടെ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് അതിലേക്ക് വരണം. അപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം എടുത്ത്, ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ അവിടെ നിന്നാണൊന്ന് സ്കിപ്പ് ചെയ്ത് ഇറങ്ങിയത്. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം എടുത്തേ. അതിൻ്റെ 6-ാമത്തെ വാക്യം തൊട്ട് അതിൻ്റെ ഏകദേശം വാക്കുകൾ ഞാൻ വായിച്ചു. അരവലം പോരായിരുന്നു. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, എന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവർക്കും എന്ത് കിട്ടുകയില്ല, ദർശനം കിട്ടുകയില്ല. ദർശനം കിട്ടണമെങ്കിൽ വിശുദ്ധ ജീവിതം വേണം.
രാജാവെ, നിൻ്റെ ഭോജനം കൊണ്ടോ നിൻ്റെ വീഞ്ഞു കൊണ്ടോ ഞങ്ങളെ എന്ത് ചെയ്യത്തില്ല. ആ വെളിപ്പാടുള്ളവനെ എന്ത് കിട്ടുവുള്ളു? ദർശനമുള്ളു. സ്വോത്രം പറഞ്ഞാട്ടെ. വിഗ്രഹാർപ്പുതം തിന്ന്, സ്വോത്രം കവലെ പോയി കമൻറ്റ് അടിച്ച്, സ്വോത്രം പെണ്ണുപിടിയൻ്റെ കയ്യിൽ നിന്ന് കടലമുട്ടായി മേടിച്ച് തിന്ന്, സ്വോത്രം പറഞ്ഞാട്ടെ. അവനുമായിട്ട് ചായ പിടിയിപ്പോൾ ചായ കൊടുത്തേച്ച്, അളിയ ഞാൻ പൈസ കൊടുത്തേക്കാന്ന്, സ്വോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീ ആരാന്നും നിൻ്റെ മേൽ വെളിപ്പെട്ട കൃപ എന്നാന്നും നിന്നെ വിളിച്ചവൻ ആരാന്നും നിന്നെ നടത്തുന്നവൻ ആരാന്നും നിന്നെ ഭരിക്കുന്നത് ഏത് ആത്മാവാണെന്നും നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒഴിഞ്ഞു നിൽക്കേണ്ട മേഖലകളിൽ ഒഴിഞ്ഞു നിന്നോണം. മാറി നിൽക്കേണ്ട മേഖലകളിൽ മാറി നിന്നോണം. വിശുദ്ധിയോടെ നിന്ന് ആരാധിച്ചോണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാനൊരു ബോധവൽക്കരണം പോലെ നടത്തുക കുറച്ച് കാര്യങ്ങൾ. എൻ്റെ ഈ ഒരു സൈഡ് കേൾക്കത്തില്ല ഇപ്പോൾ കേട്ടോ. സ്വോത്രം പറഞ്ഞാട്ടെ. ഈ സൈഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്വോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ ഇന്നലെ വർഷിപ്പൊക്കെ ചർച്ചിൽ മീറ്റിംഗ് നടക്കുമ്പോഴൊക്കെ ഞാൻ ഈ ചെവി ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പാട്ടൊക്കെ പാടി ആരാധിച്ചത്. സ്വോത്രം 2-3 ആഴ്ച കൊണ്ട് സുഖമില്ലാതെ കിടപ്പൊക്കെ ആയിരുന്നു. സ്വോത്രം ഇന്നലെ മിനിഞ്ഞാന്ന് ഭയങ്കര പനിയും ശ്വാസം മുടലൊക്കെ ആയിരുന്നു. ഇന്നലത്തെ ഞങ്ങളുടെ പ്രയറിനൊക്കെ ഞാൻ ഒരു അരപ്പരുവത്തിലാണ് എന്ത് ചെയ്തത്, നിന്ന് കയറിയത്. സ്വോത്രം പറഞ്ഞാട്ടെ. ആമേൻ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെ എന്തായാലും ഇന്നലെ ഞങ്ങൾ 7 വർഷത്തെ ചാരിപാറയിലുള്ള സഭാ ചാർജ് ഇന്നലെ ഇവിടെ വിട്ടു. സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പം കുറച്ച് മനസമാധാനത്തോടെ കുറച്ചൊന്ന് ജീവിക്കാൻ തീരുമാനിച്ചു. ഒരു ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ സ്തോത്രം പറഞ്ഞത് ഇല്ല, നമുക്ക് പലപ്പോഴൊക്കെ ഇച്ചിരി പീസ്ഫുള്ളായിട്ടുള്ളൊരു കാലം വേണമല്ലോ. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. 10-35 വർഷമുള്ള പഴക്കമുള്ള സഭ. ഞാൻ ചാർജ് എടുക്കുമ്പോൾ മൺകട്ടയായിരുന്നു. ഇങ്ങനെ ഇടിയിടിച്ചാൽ ഈ ചുവരെല്ലാം കൂടെ മറിഞ്ഞ് വീഴും. ആ നിലയിലുള്ള സഭയെ പൊളിച്ച് പണിത് കെട്ടി, സ്തോത്രം 2 നിലയ്ക്കുള്ള അടിസ്ഥാനം ഇട്ട് ഇതുപോലെ ഷീറ്റൊക്കെ ഇട്ട് തേച്ച് നല്ല മനോഹരമായ ഒരു സഭാ ഹോളാക്കി. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഇനി കുറച്ച് ദിവസം കർത്താവിൻ്റെ നിയോഗം പോലെ പോട്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പം ഇന്നലെ ആശീർവാദം പറഞ്ഞിറങ്ങുമ്പം ഹൃദയത്തിനകത്തൊരു തണുപ്പുണ്ടായിരുന്നു. നേരത്തെ ചൂടായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ തണുപ്പ് എവിടെ വ്യാപരിക്കണ്ടേ? ശരീരത്തിലല്ല, ഹൃദയത്തിൽ. കണ്ണും പിടിച്ചിരിക്കാതെ ഫിലോമോൻ്റെ ലേഖനം 7-ാമത്തെ വാക്യം വായിച്ചു നോക്ക്. അപ്പോൾ അറിയാം. ഫിലോമോൻ്റെ ലേഖനം 7. ഫിലോമോൻ്റെ ലേഖനം 7-ാമത്തെ വാക്യം വായിച്ചു നോക്കി. ഹൃദയത്തിനകത്ത് തണുപ്പുണ്ടോ ഇല്ലെന്നുള്ളത്. ഫിലോമോൻ്റെ ലേഖനം 7. പറിച്ച് ഉൽപ്പത്തി ചെന്ന് കയറുമോ? ഫിലോമോൻ 7-ാമത്തെ വാക്യം. മതി, അത്ര മതി. അപ്പം വിശുദ്ധന്മാർക്ക് എവിടെ തണുപ്പ് വേണ്ടത്? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം വിശുദ്ധന്മാരെ എങ്ങനെ തണുപ്പിക്കുന്നത് എങ്ങനെയാ? ഇപ്പം ഇദ്ദേഹം ഒരു വിശുദ്ധനാണ്, ഞാനും ഒരു വിശുദ്ധനാണ്. സ്തോത്രം. അപ്പം ഇദ്ദേഹത്തിന് ഹൃദയത്തിൽ ഇച്ചിരി തണുപ്പ് കൊടുക്കണം. എങ്ങനെ കൊടുക്കാൻ പറ്റും? എഫേസ്യരിൽ പറയുന്നു, നീ വിശുദ്ധന്മാരെ സ്നേഹിക്കുന്നതിനാൽ. ഇപ്പം വിശുദ്ധന്മാർക്ക് എങ്ങനെ തണുപ്പ് കൊടുക്കുന്നേ? ഞാൻ അവരെ സ്നേഹിക്കണം. ഇദ്ദേഹത്തിനൊരു പ്രതിസന്ധി ഉണ്ടാകത്തില്ല, ദൂത് പറയുക, ഒരു ഉദാഹരണം പറയാം, ഉണ്ടായി. ഇപ്പം ഞാനത് അറിഞ്ഞെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം പറഞ്ഞ് ആലോചന പറഞ്ഞ് അദ്ദേഹത്തെ എന്ത് ചെയ്യണം? സ്തോത്രം പറ. ഇപ്പം 2026 വിശ്വാസികൾക്കൊരു ശുശ്രൂഷയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. മറ്റുള്ളവരുടെ ഹൃദയത്തെ എന്ത് ചെയ്യണം? തണുപ്പിക്കണം. ചൂട് കയറ്റരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഓൾറെഡി ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയമുണ്ട്, ഒരു 20 പോയിൻ്റ്. അപ്പം മറ്റുള്ള പറയും, എടി നിൻ്റെ ചേട്ടനാണോ മിനിഞ്ഞാന്ന് അവിടെ ആടിന് കുഴ ഓടിക്കാൻ വന്നപ്പോൾ മറ്റുള്ള അവിടെ കിടന്ന് കറങ്ങുന്ന കണ്ടായിരുന്നു. എന്തിനാണെന്ന് അറിയത്തില്ല, സൂക്ഷിച്ചോളി. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പം 20 എത്രയായി? ഇപ്പം 80 5 ദിവസം കഴിയുമ്പോൾ ഇവർ വഞ്ചൂർ കോടതി നിൽക്കുന്നു. എന്തിവിടെ നിൽക്കുന്നത്? ചേട്ടൻ ഒന്ന് കുഴ ഓടിക്കാൻ പോയത് ആടിന്. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ കുഴ മാത്രമേ ഓടിച്ചുള്ളൂ, മറ്റവൾ പറഞ്ഞു കൊടുത്താ. സ്തോത്രം പറഞ്ഞാട്ടെ.
ഈ ഭാര്യയും ഭർത്താവും വഞ്ചൂർ കോടതി നിൽക്കുമ്പം മറ്റവൾ പള്ളിക്കകത്ത് ചാടിക്കൊണ്ട് നിൽക്കും. യേശു നല്ലവൻ, അവൻ വല്ലവൻ. സ്വത്രം പറഞ്ഞാട്ടെ. വീക്ക് മേടിക്കും, വീക്ക്. സ്വത്രം പറഞ്ഞാട്ടെ. ആമേൻ. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ട്. രാജാവിന് ഒറ്റ മോളേ ഉള്ളൂ, സുന്ദരിയായൊരു മോള്. നമ്മളെപ്പോലെ ഓഞ്ഞ് വലിഞ്ഞു നിൽക്കുന്നതല്ല. രാജാക്കന്മാരുടെ മക്കളെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ്? കണ്ടാലും ഉണ്ട്, കൊണ്ടാലും ഉണ്ട്. അപ്പം ഒത്തിരി ഭൂസത്തുണ്ട്. അപ്പം അപ്പൻ രാജാവും അമ്മ മഹാറാണിയും ചോദിച്ച്, മോളെ നിനക്ക് വിവാഹപ്രായമായി, അപ്പം നിനക്ക് എങ്ങനെയുള്ള വരനാണ് വേണ്ടത്? അവൾ പറഞ്ഞു, എനിക്ക് സൗന്ദര്യമൊന്നുമല്ല വിഷയം, എനിക്ക് നല്ല ധൈര്യമുള്ള ഒരാളെ വേണം. അപ്പം രാജാവ് പറഞ്ഞു, മോളുടെ ഇഷ്ടം പോലെ ഒരു ക്രമീകരണം ചെയ്യാൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിൻ്റെ മുമ്പിലായിട്ട് വലിയൊരു സ്വിമ്മിങ് പൂള്, ഒരു 40 അടി നീളമുള്ള ഒരു സ്വിമ്മിങ് പൂൾ എന്ത് ചെയ്ത് കുത്തി റെഡിയാക്കി. അതിനകത്തോട്ട് നിറച്ച് മുതല എന്ത് ചെയ്ത് പെറുക്കിയിട്ട്, എന്നിട്ട് തീരുമാനിച്ച് ഇത് നീന്തി കയറുന്നവനാണ് ഞാൻ എൻ്റെ കഴുത്ത് നീട്ടി കൊടുക്കുന്നത്. മുതലയുടെ കടി കൊണ്ട് ചത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ കഴുത്ത് എന്ത് ചെയ്യും? നീട്ടിക്കൊടുക്കും. അങ്ങനെ നല്ല ഊറ്റൻ മുതലകളെ കൊണ്ട് ഇട്ടിട്ട് പരസ്യം ചെയ്ത് മുതലക്കുളം നീന്തി കയറി വരുന്നവനെ രാജാവ് തൻ്റെ രാജ്യപദവിയും സിംഹാസനവും കിരീടവും വാളും ചെങ്കോലും രാജ്ഞിയെയും, അതായത് രാജാവിൻ്റെ മോളെയും രാജ്യം എഴുതി കൊടുക്കും. 8 ദിക്ക് നാട്ടിൽ നിന്നും ജനങ്ങൾ വന്നു. സന്ധ്യയായിട്ടും ഒരു ചെറുപ്പക്കാരനും കുളത്തിൽ എന്ത് ചെയ്യുന്നില്ല. സ്വത്രം പറഞ്ഞാട്ട്. അവളെ കിട്ടിയില്ലെങ്കിൽ വേറെ പെണ്ണ് കിട്ടും, പക്ഷെ ഇതിനകത്ത് ചാടിയ മുതല പിന്നെ എന്ത് ചെയ്യത്തില്ല, വിടുകയില്ല. എല്ലാവരും നിരാശര. അവസാനം രാജാവ് ചോദിച്ചു, എൻ്റെ നാട്ടിൽ എൻ്റെ പ്രജകളിൽ ധൈര്യമുള്ള ആരുമില്ലേ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ എന്ത് ചെയ്യുന്നു, മുതലനൊക്കെ എടുത്തെറിഞ്ഞ് നീന്തി മുങ്ങാങ്കുഴിയൊക്കെ ഇട്ട് നേരെ ഇക്കരെ വന്ന് കയറി. 40 അടി നീളമുള്ള സ്വിമ്മിംഗ് പൂളിനകത്തുള്ള മുതലകളുടെ കടി കൊള്ളാതെ ജീവനോടെ എവിടെ വന്ന് കയറി, ഇപ്പറ വന്ന് കയറിയപ്പോൾ രാജാവ് പറഞ്ഞു, ഇപ്പം തന്നെ നിൻ്റെ കല്യാണം. അവൻ പറഞ്ഞു, വേണ്ട, എനിക്ക് നിൻ്റെ രാജ്യവും വേണ്ട, മോളെയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെന്ത് വേണം? എന്നെ ഈ കുളത്തിൽ തള്ളിയിട്ടവനെ വേണം. ഇവൻ ഇതിനകത്ത് ചാടിയതല്ല, ഇവനെ ആരാണ്ട് കാണാൻ വന്നവനെ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളെ അത് ആരോ തള്ളിയിട്ടാണ് കണന്തിയ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. എന്നാലും തള്ളിയിട്ടാലും കിട്ടിയില്ലേ ഒരു വിടുതല്. ആമേൻ. ഉറക്കം പോയോണ്ടാ? സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആമേൻ. കണ്ടാ ആൻറ്റി അങ്ങനെ ഇടിവെട്ടായിട്ട് കണ്ണ് തെളിഞ്ഞ കണ്ടോ? നല്ല പ്രാഞ്ചി വന്നതാ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആമേൻ. സ്വതന്ത്രം. ഞാൻ ആ ദൂതിലേക്ക് ഇറങ്ങി വരാം, കുറച്ച് ഗൗരവമായ കാര്യം പറയാം. സ്വതന്ത്രം പറഞ്ഞാട്ടെ. മാനുഷിക വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. ജഡീകനുമായി കൂട്ടുകെട്ട് കൂടരുത്. പിന്മാറ്റക്കാരൻ്റെ വീട് തേടി പോകരുത്. ദൈവത്തെ ദുഷിക്കുന്നവൻ്റെ വാക്കിന് ചെവി കൊടുക്കരുത്. ദൈവ ശബ്ദത്തിന് ചെവി കൊടുത്തോണം. രാമേ പറഞ്ഞാട്ടെ. ദൈവ ശബ്ദത്തിന് ചെവി കൊടുത്തോണം. കാരണം ദൈവം നിന്നെ ചിലത് ഏൽപ്പിക്കാൻ പോവുക. ദൈവം നിന്നെ ചിലത് ഏൽപ്പിക്കാൻ പോവുക. അതുകൊണ്ട് നീ വിട്ടുകൊടുക്കരുത്. നിന്റെ ആത്മീയ മനുഷ്യൻ തകരാൻ നീ അനുവദിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം. തുയത്തീര സഭ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. തുയത്തീര സഭ, അതിൻ്റെ കാലഘട്ടത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു. ഇനി ശ്രദ്ധിക്കണം. ഈ തുയത്തീര സഭ ഉണ്ടാകാനുള്ള കാരണം ഒരു സ്ത്രീയാണ്. രാമൻ പറഞ്ഞട്ടെ. സ്വതന്ത്രം. അപ്പം സ്ത്രീകൾ നിമിത്തം സഭ ഉണ്ടാകുകയും ചെയ്യും. എൻ്റെ പൊന്നെ, രാമൻ പറഞ്ഞാട്ടെ. മേടിക്കട്ടായിട്ടങ്ങളാ. സ്വതന്ത്രം പറയണം. ഓട്ടെ, ഞാൻ ഈ 1-ാം തീയതി ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞാൻ കയറുന്നില്ല. സ്വതന്ത്രം. സഹോദരി സമാജം ബലപ്പെട്ടിരിക്കട്ടെ. രാമൻ പറയണം. കണ്ണ് പ്രാഞ്ചിരിക്കുന്ന ഇവരെ കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങളെങ്കിലും കൈയടിച്ച് ബലപ്പെടാൻ വേണ്ടി നിങ്ങളെ ഞാൻ വിടുക. സ്വതന്ത്രം പറയണം. തുയത്തൈര സഭ
ഒരു പെണ്ണ് നിമിത്തം ആരംഭിച്ച സഭയാ. ആ പെണ്ണ് ഏതാണെന്നറിയാവോ? ഇസബെല്ല എന്ന് പറഞ്ഞാൽ അവിടെ അപ്പൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ഇസബെല്ല. സ്വോത്രം പറഞ്ഞാട്ടെ. ആ തുയത്തൈര എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിൻ്റെ പേര് ഓർമ്മ വരുന്നുണ്ടോ? ഈസാപ്പ് ലോണിലെ ആ എഴുതത്തില്ലേ കണക്ക് എഴുതുന്നത്, അവരുടെ പേരെന്താണ്? ഇല്ല. സ്വോത്രം. തുയത്തൈര എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിൻ്റെ പേര് ഓർമ്മ വരും. ആരാ? ലുദിയ. പിടികിട്ടിയോ? അപ്പൊ ഈ സഭ തുടങ്ങിയത് ആരാ? രാമൻ പറയണം. 2026 സഭയുടെ ഒരു ഉണർവിന് നിങ്ങൾ ഭാഗവാക്കാകണം. ഞാൻ നിങ്ങളെ ഒന്ന് ബലപ്പെടുത്താൻ പോവാ. ഉറങ്ങി കാണിക്കരുത്. ആ സ്തോത്രം പറഞ്ഞാട്ടെ. മുതലുകളുടെ കഥ പോലെ കുറേ കഥ എൻ്റെ ഉണ്ട്. വേറെ ഉറക്കം വരുമ്പോൾ പറഞ്ഞാൽ മതി, നമുക്ക് എടുത്തിടാം. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ലുദിയ നിമിത്തമാണ് ഇവിടെ എന്തുണ്ടായത്? സഭയുണ്ടായത്. ആത്മഭാരം. ഈ ചില സഭയ്ക്കകത്ത് ആത്മഭാരമുള്ളവരുണ്ട്. ഇവരെ ചില ഉപദേശിമാർക്ക് തിരിച്ചറിയത്തില്ല. ഒരാമേൻ പറയണം. സ്തോത്രം പറഞ്ഞാട്ടെ. കാരണം അവരെ ഒന്ന് കൈത്താങ്ങിയാൽ, അവരെ ഒന്ന് കൈപിടിച്ചെഴുന്നേൽപ്പിച്ചാൽ ചില ദൈവപ്രവൃത്തി അവരിലൂടെ വെളിപ്പെടുമെന്ന് ഇവർക്ക് കാണാൻ കഴിയാതെ പോകുകയാ. 2026 ഇതിനകത്തുള്ള ചില സഹോദരിമാരിലൂടെ ചില വമ്പൻ ദൈവപ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. ഓ ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ. അപ്പോസ്തലനായ പൗലോസിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് എൻ്റെ നാമത്തെ ഉയർത്താൻ വേണ്ടിയാ. എൻ്റെ കൂടെ നിങ്ങൾ വന്നോണം കേട്ടോ. രാമൻ പറഞ്ഞാട്ടെ. ആ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് തമ്പുരാൻ വിളിച്ച് പറഞ്ഞു, നീ എൻ്റെ നാമത്തെ ഉയർത്തണം. അതിന് അനന്യാസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ പൗലോസിൻ്റെ വീട്ടിൽ ചെന്നേച്ചും അവൻ്റെ തലയിട്ട് കൈവച്ചു പറഞ്ഞു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. രാജാക്കന്മാർക്കും ജാതികൾക്കും യഹൂദന്മാർക്കും നടുവിൽ ഞാൻ നിന്നെ ഉപയോഗിക്കും. ഭാഷ വെളിപ്പാട് ഞാൻ പറയാൻ പോവാ. യെരുശലേമിലെ സഭയെ മുടിച്ചു. ആര്? ശൗല്. യെരുശലേമിലെ സഭയെ മുടിച്ചു. സ്തേഫാനോസിനെ കൊല്ലാൻ കൂട്ടുനിന്ന് ആര്? ശൗല്, പൗലോസ്. എന്നിട്ട് അടുത്ത ലക്ഷ്യം എവിടെയെന്നറിയാമോ? ദമസ്കോസിലെ സഭയാ. ദമസ്കോസിലെ സഭയുടെ പാസ്റ്റർ ആരെന്നറിയാമോ? അനന്യാസ. പക്ഷേ അനന്യാസ് പ്രവാചകനല്ല, അനന്യാസ് പ്രാർത്ഥനാ മനുഷ്യനാ. യവനെ തകർക്കാൻ വേണ്ടി ചെന്നപ്പോൾ പിന്നെ ക്ലൈമാക്സ് കണ്ടോണം. ശൗല് അനന്യാസിനെ തകർക്കാൻ പോയവനാ. പക്ഷെ പിന്നീട് കാണുന്നത് യവൻ്റെ തലയിൽ അനന്യാസ് കൈവച്ചുകൊണ്ട് നിൽക്കുക. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? നിന്നെ ഒതുക്കുന്നവന്റെ വീട്ടിനകത്ത് ആലോചന പറയാൻ നിന്നെ കയറ്റുന്ന ദൈവമാ. നിന്റെ തലമുറകളെ തകർക്കുമെന്ന് നിന്റെ കുടുംബത്തിനെതിരെ കൂടവസ്ത്രം ചെയ്ത, നിന്റെ ദേശത്ത് നിന്നെ നിന്ദിച്ചവന്റെ വീട്ടിനകത്ത് കയറ്റി നിന്നെ കൊണ്ട് ആലോചന പറയിപ്പിക്കുന്ന ഒരാത്മമണ്ഡലം ഇന്ന് പകലിൽ ഇതിനകത്ത് വെളിപ്പെടുകയാ. സ്വോത്രം. നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊരു പഴഞ്ചൊല്ല് ഞാൻ പറയാം. ഈ സിറ്റുവേഷൻ ചേർന്നതല്ല, എന്നാൽ ഒരു അടി അടിച്ച് വയ്ക്കുക. പണ്ടത്തെ ആൾക്കാർ പറയും, കടിച്ച പാമ്പിനെ കൊണ്ട് സ്വോത്രം. ചിലപ്പോൾ അത് ഉള്ളായ കാര്യമായിരിക്കാം. ഇവൻ ആരെ തകർക്കാൻ വേണ്ടി വന്നതാ? എടാ, പുതിയ നിയമത്തിലെ ഏറ്റവും ശക്തമായ 8 പ്രസംഗങ്ങളിൽ രണ്ടാമത്തെ പ്രസംഗമാണ് സ്തേഫാനോസിൻ്റെ പ്രസംഗം. അങ്ങനെ പ്രസംഗിച്ചവനെ അവൻ എന്ത് ചെയ്തത്? അനന്യാസ് അതിൻ്റെ 7 അയലത്ത് വരത്തില്ല. ശൗൽ ഇങ്ങോട്ട് തിരിഞ്ഞറിഞ്ഞപ്പോൾ അനന്യാസ് വിറയ്ക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞടാ, നീ വിറയ്ക്കണ്ട, യവൻ നിൻ്റെ ചർച്ചിൻ്റെ വാതിക്കെ കയറുമ്പോഴേ ഒരടി അടിക്കാൻ പിടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവനെ അടിക്കുമ്പോൾ നീ ചാടി ഇറങ്ങരുത്. ചിലതിനെ തൊട്ടെന്നറിയുമ്പോഴേ ഓടരുത്. അവന് കൊടുക്കേണ്ട ദൂതും കൂടെ പ്രാപിച്ചിട്ടേ പോകാവൂ.
വെട്ടി വെട്ടി കുത്തിക്കെട്ടി, ശ്രദ്ധിച്ച് കാണണം, വെട്ടി കുത്തിക്കെട്ടി ഒരര ഉയിരിട്ട് കിടത്തോടെ. കേൾക്കുമ്പോഴേ പോകരുത്. മീതിയുള്ള ജീവൻ നീ ചെന്ന് ദൂത് പറയുമ്പം ആ ശരീരത്തിൽ വ്യാപരിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ഫെബ്രുവരി മാസം ആ ഒരു ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവ് 1-ാം തീയതി നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാ. ഹല്ലേലൂയ. കരമുയർത്തി സ്വോത്രം പറഞ്ഞാട്ടെ. അനന്യാസ് ഒരു പാവം പിടിച്ച മനുഷ്യനാണ് കേട്ടോ. പുള്ളി സ്വോത്രം പറഞ്ഞു, സ്വോത്രകാഴ്ച പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പുള്ളി ദൈവമേ ശൗലി വരുന്നു, ഞാൻ എന്ത് ചെയ്യും, ശൗലി വരുന്നു. സ്വോത്രം. യഹൂദ മതം കാശ് കൊടുത്ത് ഇറക്കി ഇരിക്കുകയാണ് ആരെ? ശൗലിനെ. ഈ അനന്യാസ് പെന്തക്കോസ്ത് ഫെലോഷിപ്പിലില്ല. സ്വോത്രം. പിന്നെ ഇടയ സംഗമത്തിലില്ല. സ്വോത്രം പറയണം. ഇപ്പോഴത്തെ ഒരു ഗുണ്ടായിസ പരിപാടിക്കകത്ത് പുള്ളി എന്തില്ല, ഇല്ല. പുള്ളിക്ക് ഒരു 10-30 വിശ്വാസികളുമുണ്ട്. പുള്ളി സ്വോത്രവും പറഞ്ഞു, സ്വോത്രകാഴ്ച എണ്ണി എന്ത് ചെയ്യും? അന്നാരം അറിയുന്നത്, ഞാനൊരു മെഗാ കൺവെൻഷൻ പോലും വെച്ചിട്ടില്ല, എന്നെ തട്ടാൻ വരുന്നത്. അനന്യാസേ, നീ പ്രാർത്ഥനാ മനുഷ്യനാ, നീ പ്രാർത്ഥനാ മനുഷ്യനാ. ഒരാമേൻ പറഞ്ഞാട്ടെ. നിന്റെ കോമ്പൗണ്ടിനകത്ത് കാല് വെച്ചാൽ ഞാൻ അവനോട് ചോദിക്കും, ഓ നിനക്ക് വിരോധമായി പദ്ധതിയിട്ട് ഒരു സമയം കുറിച്ച് നിന്നെ തകർക്കാൻ ഇരുട്ടിന്റെ മറവിൽ പതിയിരിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങള്, വ്യക്തിപരമായ മണ്ഡലങ്ങള് അടിച്ചൊതുക്കി ആത്മാവിന്റെ കരം ഇതിനകത്ത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കൃപയാവരിക്കട്ടെ. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ പദ്ധതി ഇതിനകത്ത് വെളിപ്പെടും. അപ്പോൾ അനന്യാസിനെ പിടിക്കാൻ വന്നവനെ തമ്പുരാൻ എന്ത് ചെയ്ത്? ദമസ്കോസ് ഇട്ടൊരു അടിച്ച് പിടിച്ച തമ്പുരാൻ നേർവീതി കൊണ്ടേയിട്ട്. പിന്നീട് കേൾക്കുന്ന ചരിത്രം, ശൗല് പ്രാർത്ഥിക്കുന്നു. ഒറ്റ അടിക്കാത്ത എവിടെ വന്ന് പിടികിട്ടുന്നുണ്ടോ? തർസോസി കിടന്നവനാ. ഇവൻ എവിടെ കിടന്നവനാ? തർസോസി കിടന്നവനാ. യവനെ ടിക്കറ്റും വിസ എടുത്തു കൊടുത്ത് ഇറങ്ങിയിരിക്കുക പുതിയ നിയമ ദൈവസഭയെ തകർക്കാൻ. ഇപ്പം അവൻ അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥനയാ. സ്വോത്രം പറയണം. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും മിണ്ടരുത്. തമ്പുരാൻ്റെ അടിക്കകത്ത് പ്രാർത്ഥിച്ചോളും. സ്വോത്രം പറയണം. അച്ഛാ, ഒന്നില്ലെങ്കിൽ അടിക്കകത്ത് ഇവൻ പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ കൃമിക്കിരയാകും. ഏതെങ്കിലും ഒന്നും നടക്കും. എൻ്റെ ഭാഷ 1-ാം തീയതി ആയിക്കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം പറയാതെ. ഒന്നില്ലെങ്കിൽ അടിക്കകത്തും പ്രാർത്ഥനയ്ക്കകത്ത് കയറും, ഇല്ലെങ്കിൽ പെട്ടിക്കകത്ത് കയറും. പിന്നെ നമ്മളവിടെ കിടന്നുകൊണ്ട് ഉടാപാലെ അടിച്ച് പെട്ടിക്കുറ്റും കറയാൻ ദൈവം പ്രവർത്തിക്കത്തില്ല. വാഗ്ദത്തം ഉള്ളവനെ അടിച്ചെടുത്ത് തമ്പുരാൻ കൃപയ്ക്കകത്ത് കൊണ്ടുവരും, ഇല്ലാത്തവനെ അടിച്ചെടുത്ത് പെട്ടിക്കകത്ത് വയ്ക്കും. ദൈവകരം വെളിപ്പെടട്ടെ, ദൈവകരം വെളിപ്പെടട്ടെ, ദൈവകരം വെളിപ്പെടട്ടെ. സ്വോത്രം. ശ്രദ്ധിച്ച്. ഇവൻ അധികാരമുള്ളവൻ ആരാന്നറിയാവോ? ശൗലിന് അധികാരപത്രമുണ്ട്. ഈ അധികാരപത്രം കൊടുത്തത് 70 പേര് ചേർന്ന. കിട്ടിയോ? 70 പേര് ചേർന്നാണ് എന്ത് കൊടുത്തത്? ഈ 70 പേരെന്നൊരു കമ്മിറ്റി യഹൂദ മതത്തിനകത്തുണ്ട്. എൻ്റെ കൂടെ നിങ്ങൾ വരണം. കാരണം 70 അംഗത്തെ ഈ രൂപീകരിച്ചത് മോശയാണ്. രൂപീകരിച്ചപ്പോൾ മോശയുടെ ആത്മാവിൽ നിന്ന് എടുത്ത് ആത്മാവിന് ആർക്ക് കൊടുത്തു? 70 പേർക്ക്. പിടികിട്ടിയോ? ഈ 70 പേര് എന്തിനാ തമ്പുരാൻ കൊണ്ടുവന്നറിയാവോ? സഭയുടെ സുഗമമായ. പക്ഷെ കാലം കഴിഞ്ഞ് വന്നപ്പോൾ ഇവന്മാരൊക്കെ അപ്പന്മാർ ആത്മീയത്തിൽ നിന്ന് കുണമൊക്കെ പോയി. ഇവന്മാരിപ്പോൾ സഭയ്ക്കെതിരായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്റേ
ആത്മാവുള്ള 70 പേര്. അതിൻ്റെ കാര്യം പറയും. ഈ 70 പേരെ ഇസ്രായേൽ സഭയ്ക്കകത്ത് മോശയുടെ ആത്മാവിൽ എടുത്തു കൊടുത്ത് നിർത്തിയാൻ കാരണം ഇത് ദൈവത്തിൻ്റെ പ്ലാൻ അല്ല. അത് പുസ്തകം വായിക്കാത്തതുകൊണ്ടാണ്. സ്തോത്രം. ഈ മോശ മിസ്രയീമിൽ ജനത്തെയും കൊണ്ട് വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മാറയെല്ലാം കഴിഞ്ഞ് ഇങ്ങ് കയറി ഇങ്ങോട്ട് വന്നപ്പം രഫീദീമിൽ വെച്ച് ഈ അമാലിലേക്ക് വന്നില്ലേ, അറിയാവോ? അമാലിലേക്ക് വന്ന് യുദ്ധം ചെയ്യുമ്പോൾ മോശ എവിടെ കയറി? പ്രാർത്ഥിക്കാൻ കയറി. കൂടെ ആരും കൂടെ കയറി? അഹരോനും ഹൂരും കൂടെ എന്ത് ചെയ്ത് കയറി. പ്രാർത്ഥിക്കുമ്പം നിനക്ക് ലീഡിങ് ഉണ്ടെങ്കിൽ ഒരു അഹരോനെ ഹൂരിനെയും കൂടെ എന്ത് ചെയ്യണം? എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നോക്കും മോശ. കാരണം യവ ഇടയ്ക്കിടയ്ക്ക് കാളക്കുട്ടി ഉണ്ടാക്കുന്നവനാണ്. ഈ വെട്ടി പ്രാർത്ഥിക്കുന്ന കൂട്ട് ചിലപ്പോൾ ഇവനെ പരിവക്കട ഉണ്ടാക്കിക്കളയും. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് താഴോട്ടിറങ്ങിയപ്പോൾ ഉണ്ട് തൻ്റെ ഭാര്യയും അമ്മായിയപ്പനും മക്കളും വരുന്നു. നിങ്ങൾ പുറപ്പാട് ദിവസം വീട്ടിൽ പോയി, എല്ലാവർക്കും സമയമില്ല. വന്നിട്ട് പറഞ്ഞ്, ഞാൻ അറിഞ്ഞു ഒരു വലിയ സഭയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആട് അതിനൊക്കെ വിറ്റ്. സ്തോത്രം പറഞ്ഞാട്ടെ. കാരണം ഇവിടെ ഇപ്പോൾ ഇത്തിരി വരുമാനം ഉണ്ടല്ലോ. എൻ്റെ അളിയനും ഉണ്ട്, എൻ്റെ ആങ്ങളയുണ്ട്, അപ്പനും ഉണ്ട്, ഞാനും ഉണ്ട്, എൻ്റെ പിള്ളേരും ഉണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. തെളിയിച്ചു തരാം രസകരമായിട്ട്. അപ്പം ഞാൻ അന്ന് മേയിച്ച ആടൊക്കെ അതൊക്കെ വിറ്റ് മക്കളെ വിറ്റിട്ട് ഞങ്ങളിനി ഗ്ലോറിയൊക്കെ അടിച്ച് മോൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പോവാ? എടാ, വിളിയില്ലാത്തവനെ കൂടെ നിർത്തരുത്. ഇവൻ നിനക്ക് ഏടാ കൂടെ ഒപ്പിച്ച് വയ്ക്കും. സ്തോത്രം പറഞ്ഞാട്ട്. അതിൻ്റെ റൂട്ട് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ദിവസം രാവിലെ മോശ വടിയെടുത്തുകൊണ്ട് ഇറങ്ങും. എത്ര ഗോത്രമുണ്ട്? 12. 35 ലക്ഷം ജനവ. ഒരു ചെറിയ കണക്ക് പറയുക. ഇന്നലെ എത്ര വീട് വിസിറ്റ് പോയി കാണും? ഒരു ഉദാഹരണം പറ. നല്ല ഒറിജിനൽ കണക്ക് പറയണ്ട, ചുമ്മാ. 2 ഗ്രൂപ്പായിട്ട് പോയി. നമ്മൾ ശരാശരി പോകുന്ന രീതിയിലാണെങ്കിൽ ഒരാഴ്ച എന്ത് ചെയ്യണം? ഇന്ന് പ്രാർത്ഥിച്ച് ഒക്കെ വരുമ്പം നമ്മുടെ കണക്കാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ആടും. സ്വത്രം പറഞ്ഞോട്ടെ. ആമേൻ. 35 ലക്ഷം ജനത്തിൻ്റെ ഇടയിൽ ഈ മനുഷ്യൻ രാവിലെ ഇറങ്ങിയ രാത്രി തിരിച്ചു വരുന്നത്. അപ്പം അമ്മായിയപ്പം ചോദിച്ചു, മക്കളെ ഇതെന്തോന്നിങ്ങനെ? ഇത് നടക്കുകയില്ല. നിന്നെ പിള്ളേരെ മറന്നൊരു ശുശ്രൂഷയൊന്നും അവൻ എന്ത് ചെയ്യണ്ട. നോക്കിക്കോണം. ഇവൻ കാണിച്ച ഈ രഘുവേൽ കാണിച്ച വേല നോക്കിക്കോണം. അതല്ല, ഇങ്ങനെ ആണെങ്കിൽ പിന്നെ നിൻ്റെ കൂടെ ഇരിക്കാനോ ഒന്ന് വർത്താനം പറയാനോ പിള്ളേരെയും കൊണ്ട് ആ രാമേന്ദ്രനെ പോയി ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ സമയം കിട്ടുമോ? സ്തോത്രം പറയണം. ഇതൊക്കെ മനസ്സിലാകുന്ന ഭാഷ പറയുക. പറഞ്ഞ മരുമോനെ ഇവ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിൻ്റെ ഭാര്യയുടെ അപ്പനാണ്, പ്രായത്തെ മാനിച്ച് എൻ്റെ വാക്ക് കേൾക്കണം. നീ ഒരു കാര്യം ചെയ്യും, നീ തന്നെ ഓടിയിട്ട് ഒക്കുന്നില്ലെങ്കിൽ നീ കുറച്ച് പേരെ കൂടെ എന്ത് ചെയ്യണം? ഈ ദൈവം കൊടുത്ത പ്ലാനല്ല. ഈ 70 പേരെ എടുക്കാൻ ആരാ പ്ലാനിട്ടെ? അതിൻ്റെ തെളിവ് ഞാൻ പറയാം. സാധാരണ ദൈവം തിരഞ്ഞെടുക്കുന്നവന് ആരാണ് ആത്മാവിനെ കൊടുക്കുന്നത്? ദൈവം. പക്ഷെ ഇവിടെ ആത്മാവിനെ കൊടുത്ത ആരാ? ദൈവമാ. എവിടുന്ന് എടുത്തു കൊടുത്തേ? നിൻ്റെ അമ്മായിപ്പൻ ഉണ്ടാക്കിയ കമ്മിറ്റിക്കകത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ കൊടുക്കാം. നിൻ്റെ ആത്മാവ് കൊടുത്താൽ മതി. കൂട്ടുപിടി കിട്ടിയോ? നീ ഉണ്ടാക്കുന്ന വേലയ്ക്കകത്ത് ദൈവം പാർട്ട്ണറാകത്തില്ല. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല. അതുകൊണ്ട് എന്ത് വേണ്ടി? മോശയ്ക്ക് കനാദേശത്ത് കയറാൻ പറ്റിയോ? കാരണം പകുതി ആത്മാവ് എങ്ങോട്ട് പോയി? സൂക്ഷിച്ചെങ്ങോട്ടിരുന്നോണം ദൈവത്തിൻ്റെ തീര്. സ്തോത്രം പറഞ്ഞാട്ടെ. ചിലർ ഈ പ്രാർത്ഥിച്ച് ആത്മാവരെ കർത്താവേ എൻ്റെ ജീവനെ ഞാൻ മിണ്ടരുത്. വലിച്ചു പറിച്ച് തമ്മിൽ എടുത്തുകൊണ്ട് പോകും. 2030 ന്യൂ ഇയർ ആഘോഷിക്കണമെങ്കിൽ മിണ്ടായിരുന്നു പ്രാർത്ഥിച്ചോണം, അല്ലെങ്കിൽ അടുത്ത കൊല്ലം എടുത്തുകൊണ്ട് അങ്ങ് പോകും. പ്ലം കേക്ക് തിന്നാവസരം കിട്ടുകയില്ല. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല. ആമേൻ. അപ്പം ഈ ഐഡിയ ആര് കൊണ്ടുവന്നതാ? അതിൻ്റെ തെളിവ് ഞാൻ തരാം. സംഖ്യ 30:30 വായര്. സംഖ്യ 30:30 വായര്. കിട്ടിയോ? സംഖ്യാപുസ്തകം 30:30 വായിച്ചേ. സംഖ്യ 30:30. സംഖ്യാപുസ്തകം 10:30 വായിച്ചു നോക്കിയേ. 10:30 വായിച്ച്. ഈ പകുതി ഉറക്കം കിടക്കുന്നതുകൊണ്ടേ ഇപ്പം കണക്ക് തെറ്റും. ക്ഷമിക്ക്, പ്രായമൊക്കെ ഒത്തിരി ആയി, അതുകൊണ്ടാണ്. അവനോട് ഞാൻ വരുന്നില്ല,
എൻ്റെ സ്വദേശത്തേക്കും. ആ ആ ആ ആ ആ ആ ആ ആ ആരോടാ പറയുന്നറിയാവോ? ഈ അമ്മായിയപ്പനും ഇത്രോവിൻ്റെ മകൻ ഹോബാബും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പല ആത്മീയ കാര്യങ്ങൾ ആര് പറയുന്ന പോലെ ചെയ്യുന്നത്? ഇത്രോവും ഹോബാബും പറയുമ്പോൾ ഇതാണ് ഈ സഭ പൊളിഞ്ഞത്. സഭ അധ്യക്ഷൻ പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് കേട്ട് പോക്കോണം. പിടികിട്ടിയോ? ഇപ്പം മോശയ്ക്ക് എത്ര വയസ്സുണ്ട്? പുള്ളി എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? ഞങ്ങളുടെ ബന്ധത്തിലുള്ള ആളല്ല, സൗണ്ട് അറിയത്തില്ല. 120 വയസ്സല്ലേ? ആ പക്ഷേ ഇതൊക്കെ എന്ന് പറയുക ഒരു 100 വയസ്സൊക്കെ കാണും മോശയ്ക്ക്. അപ്പം പുള്ളിക്ക് പണ്ടത്തെ പോലെ വെളിപ്പാടെടുത്ത് വെട്ടാനുള്ള പ്രാപ്തിയൊന്നും ഇപ്പം എന്ത് ചെയ്യുക ഇല്ല. ഇപ്പോൾ ഒരു കൈയും കൂടെ കൊടുക്കും, മൂത്ത മോൻ്റെ കൊടുക്കും, മോനെ ചാച്ച ഒന്ന് പിടിച്ചോണം. പണ്ടത്തെ പോലെ നിന്ന് വെട്ടിയ ഇപ്പോൾ ഒരു കിറുകിറുപ്പുണ്ടകത്ത്, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാശാൻ. സ്വോത്രം പറഞ്ഞാട്ടെ. എന്നാലും പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. അന്നേരമാണ് അമ്മായിയപ്പനും ഒക്കെ പറയുന്നത്, മക്കളെ നിൻ്റെ സങ്കടം ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് പറയുകയാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. അപ്പോൾ ഈ 70 അംഗ കമ്മിറ്റി ആരാ രൂപീകരിച്ചത്? ഇത്രോവ്. ഒരാമയും പറയും, യവൻ പെന്തക്കോസുകാരനാണോ? യവൻ സ്നാനപ്പെട്ടവനാണോ? യവൻ ഉടബല പറയുന്നവനാണോ? സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ സ്തോത്രം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഈ 70 പേർക്ക് ആത്മാവിനെ കൊടുത്ത ശേഷവും മോശയുടെ ശുശ്രൂഷയും അതിന് മുമ്പുള്ള മോശയുടെ ശുശ്രൂഷയും നിങ്ങളത് വായിച്ചു നോക്കണം. പിന്നെ മോശ ഡൗണാ. പിടികിട്ടിയോ? ഈ പെട്രോൾ തീരാൻ നേരത്ത് വണ്ടി വലിച്ച് ഓടും, കണ്ടിട്ടുണ്ടോ? പിന്നെ അതുപോലെ ഓടുന്നുണ്ട്, വന്നാലും എന്തുണ്ട്? ഒരു വെട്ടും വലിയുണ്ട്. മറ്റത് അങ്ങനെ അല്ലായിരുന്നു. നേരെ പറഞ്ഞേ, നാളെ ഉപവാസപ്പാർത്ത ജനത്തെ വിടണം, എല്ലാം നിന്നെ ആടിച്ച് തമ്പുരാൻ കയറും കേട്ടോ. അങ്ങനെ പറഞ്ഞവൻ ഇപ്പോൾ ദൂരറിയാമോ? ഒരു യോഗം ഞങ്ങൾ വയ്ക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ ജനത്തെ എന്ത് ചെയ്യണം? അഭിഷേകം കുറയും തോറും ധൈര്യം കുറയും. പിടികിട്ടിയോ? സ്തോത്രം പറയണം. നമ്മുടെ ആത്മീയ ധൈര്യം ഏതിനോട് കണക്റ്റഡാ? അഭിഷേകത്തോട്. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിച്ചത് നിങ്ങൾ? ഞാൻ അതും കൂടെ പറഞ്ഞ് തിരിച്ചിറങ്ങി വരാം. ഹല്ലേലൂയ. അപ്പോൾ ഈ 70 അംഗ കമ്മിറ്റിയെ രൂപീകരിച്ചത് ഇത്രവാണ്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഘട്ടം വന്ന് മോശയുടെ ആലയപ്പണി, ഈ ദാവീദിൻ്റെ ആലയപ്പണി വരുമ്പം യവന്മാർ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം ഇവന്മാർ പറയുന്നുണ്ട്, അത് ശരിയാകത്തില്ല, നമുക്ക് തടി കണ്ണൂരിൽ നിന്ന് എടുക്കാം. സ്തോത്രം പറഞ്ഞാട്ടെ. അവിടെ ആകുമ്പോൾ എൻ്റെ പെങ്ങടെ മോൻ അവിടെ തടി ബിസിനസ്സാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. അന്നേരം ദാവീദ് പറഞ്ഞു, പിന്നെ ആലയപ്പണി എൻ്റെ ചെറുക്കൻ ചെയ്യും. അപ്പം അവന് ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. ആ തടിക്ക് എവിടെ വിയാവിരി വെക്കണമെന്ന് ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. നീ ഒന്നും ആലയപ്പണിയുടെ 7 അയലത്ത് എന്ന് കയറിയേക്കരുത്. സ്തോത്രം പറയണം. ശലോമോൻ ചെന്ന് ചോദിച്ച്, ഹീരാം രാജാവേ എന്നൊന്ന് സഹായിക്കണം. എന്താണ്? പിന്നെ എനിക്ക് ലെബാനൂനിലെ ദേവദാരു മുറിച്ചുകൊണ്ട് വരണം. സ്തോത്രം പറഞ്ഞാട്ടെ. സീദോന്യരെ പോലെ മരമുറിക്കുന്ന പ്രഗത്ഭന്മാർ ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ മരം മുറിക്കുന്നവരുണ്ട്, പക്ഷേ ഇവന്മാർ മുറിക്കുമ്പം ചിലപ്പം നല്ല തായ്തടിയൊക്കെ അടിച്ചു മാറ്റി വിൽക്കും. അതുകൊണ്ട് സീദോൻകാരൻ എങ്ങനെയുള്ളവരാ? സീദോന്യർ മരം മുറിക്കാൻ പ്രഗത്ഭരാ. സ്തോത്രം പറഞ്ഞാട്ടെ. ഇവർ ലെബാനോനിൽ ചെന്ന് ദേവദാരു മുറിച്ച് വെട്ടി കടലിനകത്തിട്ട് കടലിൽ കൂടെ ചെങ്ങാടം കെട്ടി കഫ്തോരി കൊണ്ടുവന്ന് കഫ്തോരിന്ന് തോൾ ചുമന്ന് യെരുശലേമിൽ കൊണ്ടുവന്ന്. ഒരാമയം പറഞ്ഞാട്ടെ. ഒരാമയം പറയണം ശക്തിയോടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവന്മാർ ചില ഉടക്കുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ കാലത്ത് ഇവന്മാർ ഡെവലപ്പായി, ഓഫീസായി, ഫയലായി, കമ്മിറ്റിയായി, കേന്ദ്രത്തിൽ നിന്നൊരു പിടിപാടുണ്ടാക്കി. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഫണ്ട് രജിസ്ട്രേഷൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പോയി. ഇവന്മാർ കള്ളക്കഥ ഉണ്ടാക്കി. ക്രിസ്തു ഉയർത്തൊന്നുമില്ല. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ക്രിസ്തു ഉയർത്തില്ല. പിന്നെ
അവന്മാർ രാത്രി മോട്ടിച്ചുകൊണ്ട് പോയി. ആര്? യേശുവിൻ്റെ കൂടെയുള്ളവർ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്. ആ കള്ളക്കഥ ഉണ്ടാക്കിയത് 7 അംഗ കമ്മിറ്റി, 70 അംഗ കമ്മിറ്റിയാണ്. ശരിക്കും ഇവരെ എന്തിനാ ഉപയോഗിച്ചെന്നറിയാവോ? ഇന്ന് അപ്പോസ്തലന്മാർക്കെതിരെ കള്ളക്കഥ ഉണ്ടാക്കുന്ന ഈ കമ്മിറ്റിയുടെ 1ാമത്തെ തലമുറയാ എൽദാദും മേദാദും. എൽദാദും മേദാദിൻ്റെ ചരിത്രം എന്ന് പറയാവോ? സ്വത്രം. യോശുവ അന്ന് ബാലകന പറഞ്ഞു, മോശേ നീ കാണുന്നുണ്ടോ? ഇല്ല. പാളയത്തിനകത്ത് എൽദാദും മേദാദും പ്രവചിച്ചു കൊണ്ടിരിക്കുന്നു. ഈ 70 അംഗ കമ്മിറ്റി പ്രവാചകന്മാരായിരുന്നു. പക്ഷേ ആ തലമുറ കഴിഞ്ഞു വന്നപ്പോൾ ആ കമ്മിറ്റി 70 അതുപോലെ നിൽക്കുന്നു. ഇന്ന് അവർ പ്രവചിക്കുകയല്ല, യേശുവിൻ്റെ ഉയർപ്പിനെ കള്ളക്കഥയാക്കുക. പിടികിട്ടിയ നിങ്ങൾക്ക്? റൂട്ട് പിടികിട്ടുന്നുണ്ടോ? ഇതിൻ്റെ പേരാ പാരമ്പര്യം. സ്വത്രം പറഞ്ഞാട്ടെ. കാരണം ഈ 70 അംഗ കമ്മിറ്റി എന്ന് പറയുമ്പം ആദ്യം മെമ്പർഷിപ്പ് എടുത്തവൻ്റെ തലമുറകൾ തന്നെ എന്തു ചെയ്യാണ്? ഈ റെയിൽവേയിലൊക്കെ ജോലി ഇരിക്കുമ്പോഴേ അച്ഛൻ ചാകുമ്പോൾ ആ ജോലി ആർക്ക് കിട്ടും? ഇപ്പം പെന്തിക്കോസ്തകത്തുണ്ട്, എൻ്റെ അച്ഛൻ സെൻട്രൽ പാസ് ആയിരുന്നു, ചത്ത്, ഇനി ഞാൻ ആരാകും? യോഗ്യതയുണ്ടോ? പിന്നെ 4 കെട്ടിയില്ലേ? നിങ്ങൾ സ്വത്രം പറയുന്നില്ല. നിങ്ങൾ എന്നെ പറയുന്നേ? ഒരു കുടുംബത്തെ ഒരു കുടുംബം കെട്ടി ജീവിക്കുന്നവനാണോ ബുദ്ധിമാൻ? 4 കുടുംബത്തെ കെട്ടുന്നവനാണോ? അത് ഒരു കുടുംബത്തെ കെട്ടി 2 പിള്ളേരുകൊണ്ട് ജീവിക്കുന്നവൻ പോഴനാണ്. മറ്റേതാകുമ്പോൾ ഈ 4 മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? സാമർഥ്യം വേണ്ടേ? കഴിവ് വേണ്ടേ? ഇപ്പം അങ്ങനെയുള്ളതൊക്കെ തലപ്പത്ത് വരാൻ വേണം. സ്വത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ സ്വത്രം പറയുന്നില്ല. ഹല്ലേലൂയാ, സ്വത്രം. അപ്പം ഇവരെല്ലാം കൂടെ തീരുമാനിച്ചു, പത്രോസും യാക്കോബും യോഹന്നാനൊക്കെ ഈ കർത്താവിനെ ഉയർത്തുക. എന്നെ ശ്രദ്ധിക്കണേ, ഉയർത്തുക. അപ്പോൾ ഇവർ പറഞ്ഞു ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ ക്രിസ്തുവിനെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ഉയർത്താൻ പറ്റുകയില്ല. ഇവർ കമ്മിറ്റി കൂടി പൊളിക്കാൻ നോക്കി. അതുകൊണ്ടാണ് അപ്പോസ്തലൻ എടുക്കേണ്ട വചനം പറയുന്നുണ്ട്, ഇത് ദൈവികമെങ്കിലോ നിങ്ങൾക്ക് തകർക്കാൻ പറ്റുകയില്ല. തൂതുപിടി കിട്ടിയോ? അപ്പോൾ ഇവർ നോക്കുമ്പോൾ മേൽക്ക് മേൽ എന്ത് ചെയ്യാണ്? അങ്ങനെ പറഞ്ഞു, ഒരു വിളംബരം ചെയ്തു, യഹൂദന്മാരാരും ഈ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഒരു യോഗത്തിലും എന്ത് ചെയ്യരുത്, പോകരുത്. അങ്ങനെ വിലക്കിയാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റുമോ? ഇനി യഹൂദ മതം വിലക്കിയ ഒരുത്തൻ ആ വിലക്ക് ലംഘിച്ചാൽ അവൻ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ്. അങ്ങനെ ജനം എന്ത് ചെയ്യുന്നറിയാം? പേടിച്ചപ്പോൾ ജനത്തിന് രോഗികളോട് എവിടെ പോകാൻ പറ്റുന്നില്ല? യോഗത്തിന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടെന്നറിയാമോ? അവർ രോഗികളെ എവിടെ കൊണ്ട കിടത്തും? മുറ്റത്ത്. അപ്പോസ്തലന്മാർ റോഡിൽ കൂടെ പോകുമ്പോൾ നിഴൽ തട്ടി എന്ത് ചെയ്യും? നിഴലിനെ വാൺ ചെയ്യാൻ പറ്റുമോ? സ്വത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ സ്വത്രം പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വന്നപ്പോൾ ഇവന്മാർ പ്ലാൻ ചെയ്ത് ഇവന്മാരെ തകർക്കണം. ഈ യേശുവിൻ്റെ രക്തത്താൽ ജനിച്ചു എന്ന് പറയുന്ന ഈ കൂട്ടായ്മ തകർക്കാൻ വേണ്ടി കിലിക്കിയിലെ തർസോസിൽ നിന്നും ഒരുത്തനെ ഇവർ വിളിച്ചു വരുത്തി. ഞാൻ വാക്യൊന്നും എടുപ്പിക്കുന്നില്ല. സ്വത്രം പറഞ്ഞാട്ടെ. ആസിയിൽ നിന്നും പെർഗമോസിൽ നിന്നും കിലിക്കിയിൽ നിന്നും ഒക്കെ ഒരു ആൾക്കാരെ വിളിച്ചു വരുത്തി. ഈ 70 അംഗ കമ്മിറ്റി വിളിച്ചു വരുത്തി പറഞ്ഞു, ഒരധികാരപത്രം കൊടുത്തു. യഹൂദ മതത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നവരെ കൊന്നുകളഞ്ഞേക്കണം. സ്വത്രം പറഞ്ഞാട്ടെ. നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇന്ന് പകല്? സ്വത്രം പറയണം. കാരണം ഞാൻ ചോദിക്കട്ടെ, യേശു നീതിമാനാണെന്ന് പറഞ്ഞില്ലേ? ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക്. അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അവിടെ ഒരു പ്രശ്നമുണ്ട്. യേശുവിനെ ആരും ആരാധിക്കാതിരിക്കേണ്ടതിന് ഒരു പരിപാടി അവിടെ ചെയ്യുന്നുണ്ട്. യേശു എങ്ങനെയാണ് മരിച്ചത്? പുറകെ പറയണം. എങ്ങനെ യേശു മരിച്ചേ? ക്രൂശിൽ തൂങ്ങുന്നവൻ ആരാ? അവൻ ശപിക്കപ്പെട്ടവനെ ആരാധിക്കാൻ പോവുമോ? യഹൂദന്മാർ പറയാ, നിങ്ങൾ ഈ പോയി ഉടമലയടിച്ച് കറങ്ങുന്നില്ലേ, ആ യേശു ശപിക്കപ്പെട്ടവനാ. അതുകൊണ്ടാ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ദൈവാത്മാവുള്ളവനാരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയത്തില്ല. ഒരാമേ പറഞ്ഞാട്ടെ. ആത്മാവുള്ളവൻ പറയും യേശു ശപിക്കപ്പെട്ടവനല്ല. അകത്ത് അഭിഷേകമുള്ളവൻ പറയും, ദൈവാത്മാവുള്ളവൻ പറയും യേശു ശപിക്കപ്പെട്ടവനല്ല. യേശു അനുഗ്രഹമാണ്, യേശു വിടുതലാണ്, യേശു നന്മയാണ്, യേശു ഉയർച്ചയാണ്. പിടികിട്ടിയോ? സ്വത്രം. നമ്മൾ പറഞ്ഞ യേശു ആരാ?
യേശു ആരാ? യേശു നന്മയാ. സ്വത്രം പറഞ്ഞാട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ പിതാവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. യഹൂദന്മാർ പോസ്റ്ററിച്ചു, പെണ്ണുപിടിയൻ, പൂതവുള്ളവൻ, കള്ളൻ. സ്വത്രം പറഞ്ഞാട്ടെ. ആത്മാവെള്ളം പറയും, ശരിയാക്കി കളയാൻ. അവൻ നന്മയാ, അവൻ ലോകത്തിൻ്റെ വെളിച്ചവാ. സ്വത്രം പറഞ്ഞാട്ടെ. നിന്റെ ഐഡന്റിറ്റി തകർക്കാൻ നോക്കുന്നവൻ്റെ മുമ്പിൽ നിന്റെ ഐഡന്റിറ്റിയെ വാനോളം ഉയർത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ശാന്തരാജര പറഞ്ഞുതരാം. ഒരു ദിവസം ജനത്തെ വിളിച്ചിട്ട് യഹൂദന്മാർ പറഞ്ഞു, നിങ്ങൾ ഈ ഒരുത്തൻ്റെ പുറകെ നടക്കുന്നില്ലേ? യവൻ പിശാചാണ്, യവൻ്റെ ജനനമൊന്നും ശരിയല്ല. ഇവൻ്റെ അപ്പനും അമ്മയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴേ അമ്മ ഇവനെ ഗർഭം ധരിച്ചതാ. അപ്പം ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാ. പിന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞ് കെട്ടിയെന്നേ ഉള്ളൂ. ചെറുക്കൻ വേറെ ആരണ്ടറയാ. സ്വത്രം പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ ഗ്രാമത്തിൽ യേശു അല്ല, ദൈവാത്മാവ് ഒരു യോഗം ക്രമീകരിച്ച്. ആ യോഗം ഇച്ചിരി നീണ്ടുപോയി. 3-ാം ദിവസമായപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ നേരം വൈകി. ഓർമ്മയിരുന്നോണം, നേരം വൈകി, സ്ഥലം മരുഭൂമി, കയ്യിൽ പൈസയുണ്ട്, അത് ഒരുത്തൻ്റെ ഒരു ദിവസത്തെ കൂലിയാണ്. എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. ആടിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇവിടെ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുണ്ട്, എത്ര കൊട്ട മിച്ചം വന്ന്? 12 കൊട്ട. ഒരാമേ പറഞ്ഞാട്ടെ. പന്തിയായി ഇരിക്കാൻ പറഞ്ഞത് 12 ഗ്രാമത്തിലെ ജനത്തെയാണ്. സ്വോത്രം പറയണം. അപ്പം അതിന് മുമ്പ് അവിടെ കാട്ടുതീ പോലെ പടർന്നൊരു പദമുണ്ട്, യേശു വേശ്യാപുത്രനാന്ന്. ആ അപ്പം കഴിച്ച് തീർന്നു കഴിഞ്ഞ് ജനം പറയുന്നുണ്ട്, ലോകത്തിൽ വരുവാനുള്ള പ്രവാചകൻ ഇവനാ. പിടികിട്ടിയോ? നിന്റെ ഐഡന്റിറ്റി തകർക്കാൻ, നിന്നെ അവഹേളിക്കാൻ, നിന്നെക്കുറിച്ച് മോശമായ കാര്യം പറഞ്ഞ് നിന്റെ ജീവിതത്തെ തകർക്കാൻ നോക്കുന്നവന്റെ നടുവിൽ ദൈവം നിന്റെ പേര് ഒരു ഗ്രാമത്തിനകത്തല്ല, 12 പട്ടണങ്ങളിൽ നിന്റെ പേരിന് വിശാലമാക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആത്മാവിൻ്റെ ദൂതനായി സ്തോത്രം ചെയ്താട്ടെ. നീ ചുമ്മാ തിരുന്നാ മതി, കർത്താവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കണം. അപ്പം ഇങ്ങനെ വന്ന് സഭയെ തകർക്കാൻ വേണ്ടി ആര് വന്നത്? ശൗല് വന്നത്. അവനെ വിസയും ടിക്കറ്റ് എടുത്ത് കാശും കൊടുത്താണ് കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്നവരാരാ? ഈ 70 അംഗ ജനവാ. നോക്കിക്കോണം. ഒരിക്കൽ സഭയുടെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവചിച്ചവന്മാരാ. അവരുടെ പിൻതലമുറയാണ് ഇപ്പോൾ സഭയെ തുരക്കുക. ആത്മാവില്ലാത്തോടാ പാസേ. ആത്മാവുള്ളവൻ മിണ്ടത്തില്ല. ആത്മാവുള്ളവൻ പറയും കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. ആത്മാവില്ലാത്തവൻ പറയും വക്കീലിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നു. സ്വോത്രം പറഞ്ഞാട്ടെ. സ്വോത്രം. ഞങ്ങൾ ഒരു സഭയിൽ 7 വർഷം ഇരുന്ന് വന്നപ്പോൾ മൺകട്ടയാ, ഇന്ന് നല്ല സൂപ്പർ സഭയാ. ഇന്നലെ ഇറങ്ങുമ്പോഴും, ഇന്നലെ ഇവിടെ താക്കോല് കൊടുത്ത് ഇറങ്ങുമ്പോഴും ജനം വിടത്തില്ല. പോകാൻ പറ്റുകയല്ല പാസ്റ്റേ. ഒരു എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് വന്ന് കിടക്കുന്ന കാണണം. ഒരു സിസ്റ്റർ, ഒരു ടീച്ചറാണ്. സ്വോത്രം. അവൾ പറഞ്ഞൊരു പദം കേട്ടോണം, ഞങ്ങളെ അനാഥരാക്കിയിട്ട് പോകരുത്. ഒരാമയം പറയണം. ഞങ്ങളതിനെ അനാഥരാക്കരുത്. എന്നെന്നല്ല, ഞങ്ങളെന്നാണ് പറഞ്ഞത്. ഞങ്ങളെ ആരാക്കരുത്? അനാഥരാക്കരുത്. 7 വർഷം അവിടെ നിന്ന് പിന്നെ ഒരു വഴക്കുണ്ടായി. സെൻട്രൽ പാസ് വാരി വന്ന് ഒരാട്ടം ആടിയിട്ട് പോയി. സ്വോത്രം. അത് മഴയുള്ളതുകൊണ്ട് ഷീറ്റായതുകൊണ്ട് സൗണ്ട് വെളി കേട്ടില്ല. സെൻട്രൽ പാസ് വാരി വന്ന് ഒരു 2 മണിക്കൂർ എന്ത് ചെയ്ത് പൊടി പൊടിച്ച്. സ്വോത്രം പറഞ്ഞാട്ടെ. അല്ലാതെ അതിനകത്ത് ഒന്നുമില്ല. ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ ചില ഞായറാഴ്ച പറയും എനിക്ക് പാറശാല മീറ്റിംഗ് ഉണ്ട്, ആരാധന 8 തൊട്ട് 10 വരെയാണ്. അവർ വരും. അടുത്ത ഞായറാഴ്ച പറയും എനിക്ക് മീറ്റിംഗ് നെടുമങ്ങാടാണ്, ഇന്ന് 9 തൊട്ട് ആരാധന. സ്വോത്രം പറഞ്ഞാട്ടെ. ഞാൻ പറയുന്ന പോലെ എന്ത് ചെയ്യും? സ്വോത്രം. കേട്ടല്ലേ പറ്റുള്ളൂ. സ്വോത്രം. ഒരു ജഡീകനുണ്ടായി, അവൻ എന്ത് ചെയ്തന്നെ? ഒരുത്തനുണ്ടായിരുന്നു, അവൻ തന്നെ ഒഴിഞ്ഞു പോയി. അവൻ അടയാളം കാണിച്ചില്ല, സത്യവും ചെയ്തില്ല. അവൻ തന്നെ എന്ത് ചെയ്ത്? കാരണം സഭ ആര് നിയന്ത്രിക്കണം? പരിശുദ്ധാത്മാവ്. സഭ ആരാധിക്കാനുള്ളതാ.
സഭ സൂപ്പർ മാർക്കറ്റാ. സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഇതിനകത്തെല്ലാം ഉണ്ട്. സ്വതന്ത്രം പറഞ്ഞാട്ടെ, പയറുണ്ട്, പാൽപ്പൊടിയുണ്ട്, തുണി അലക്കുന്ന സോപ്പുണ്ട്. സ്വതന്ത്രം പറഞ്ഞാട്ടെ, കൊച്ചുകുട്ടികൾക്കുള്ള മിഠായി ഉണ്ട്, പിന്നെ ഷുഗർ ഉള്ളവർക്കുള്ള ഗ്രീൻ ടീ ഉണ്ട്. എല്ലാം ഉള്ള സ്ഥലമാണ് സഭ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ഇൻവോൾവ് ആയാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? സഭയോട് എന്താകണം? ഇഴുകണം. ആരാധനയ്ക്ക് വന്ന് മാത്രം പോയ കാര്യം ഓടത്തില്ല. നീ സഭയോട് എന്ത് ചെയ്യണം? ചേരണം. ആദ്യം വേണ്ടത് ഇതെൻ്റെ സഭ. അതിന് തോത്രം ഇല്ലല്ലോ. ആദ്യത്തെ വെളിപ്പാട് എന്താ വേണ്ടേ? ഇതെൻ്റെ സഭ. സ്വോത്രം പറയണം. 2, എനിക്കുള്ള വിടുതൽ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ബോവസ് പറഞ്ഞത്, മകളെ കേട്ടോ മകളെ, വേറൊരു വയലിലും എന്ത് ചെയ്യരുത് പോയി ഉറങ്ങുവാണോ പ്രാർത്ഥിക്കണോ? വേറൊരു വയലിലും പോയി എന്ത് ചെയ്യണ്ട? പെറുക്കണ്ട. എന്നാ മിണ്ടായിരിക്കുന്നത്? കേട്ടോ മകളെ, വേറൊരു വയലിലും പോയി എന്ത് ചെയ്യണ്ട? പെറുക്കണ്ട. സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഇവളെന്തോ പെറുക്കാൻ വന്നവളാ? കാല് വാരാൻ വന്നതല്ല, കാലാ പെറുക്കാൻ വന്നതാ. അവൾ കാലാ പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബോവസ് ഒന്ന് ചോദിച്ചു, ആരാണ് ആ പെൺകുട്ടി? അന്നേരം മറ്റവൻ പറയാ, കൊയ്ത്തിൻ്റെ മേലാളം പറയാ, നിൻ്റെ ചാർച്ചക്കാരിയാ. വീട്ടിൽ അമ്മായിയമ്മയുടെ കൂടെ അല്പനേരമേ അവളെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. ബോവസ് ക്രിസ്തുവിന് നിഴലാണെങ്കിൽ കൊയ്ത്തിൻ്റെ മേലാളൻ പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് സ്റ്റഡി ചെയ്തു. ഉടനെ ബോവസ് വന്നിച്ച് പറയാണ്, കേട്ടോ മകളെ, വേറൊരു വയലിലും പോകണ്ട. ഒന്നാമത്തെ വിടുതൽ. രണ്ടാമത്തെ വിടുതൽ, കൊയ്ത് കെട്ടിവെച്ച കറ്റെന്ന് എന്ത് ചെയ്യണം? രണ്ടാമത്തെ വിടുതൽ. മൂന്നാമത്തെ വിടുതൽ, ചേർന്നിരുന്ന് ചാറ്റിൽ മുക്കി കഴിച്ചോ. മൂന്നാം ഘട്ടമായി. അപ്പം നീ ക്ഷമയോടിരിക്കണം. കാലി പറഞ്ഞ് ഓടരുത്. സ്തോത്രം പറഞ്ഞാട്ടെ, ക്ഷമയോട് എന്ത് ചെയ്യണം? ഈ കാല് പറഞ്ഞ് ഓടരുതെന്ന് പറയുന്നത് ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ്. കൊച്ചു പിള്ളേരോടല്ല. ഈ കല്യാണ പ്രായത്തിൽ നിന്ന് പിള്ളേർ പറയും, എടി കെട്ടിക്കാൻ പ്രായം, കാല് പറഞ്ഞ് ഓടാതടി. സ്തോത്രം പറഞ്ഞാട്ടെ, മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ്, ചാറ്റിൽ മുക്കി കഴിക്കാൻ എന്തായി? ടൈമായി. ആദ്യം എന്താ വന്നത്? കാലാ പെറുക്കാൻ. ഇപ്പം പിന്നീട് എന്താ കിട്ടിയത്? വലിച്ചിട്ട്. ഇപ്പം എവിടെ എത്തി നിൽക്കുക? ചാറ്റിൽ. അടുത്ത എന്താ? പുതപ്പിനടിയിൽ. സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്ത എന്താണ്? കളത്തിൽ. അപ്പോൾ വേറെ കളം എന്ത് ചെയ്യരുത്? കളം വെട്ടി കയറരുത്. ഈ കളത്തിൽ കിടന്നോണം. കാലാ പെറുക്കാൻ വന്നവളാ. അടുത്തെന്തായി? വലിച്ചിട്ടു. അടുത്തെന്തായി? ചാറ്റി മുക്കി. ലാസ്റ്റ് എവിടെ എത്തി? കളത്തിൽ കിടന്നവൾ രാവിലെ പറയാ, ബോസ് പറയാ, അണേ അവർക്കെല്ലാം അളന്ന് കൊടുക്ക്. നീ കാലാ പെറുക്കാൻ വന്നവളതിനകത്ത്. ഇപ്പം നീ ആരായി? അനുഗ്രഹം അളന്ന് കൊടുക്കുന്നവളായി. അത് പ്രാപിക്കുവോളമല്ല, അത് കഴിഞ്ഞും ഈ വയലിനകത്ത് നിൽക്കണം. അപ്പോൾ ഒന്നാമത്തെ ദൂത് ബോവസ് എന്താ പറഞ്ഞേ? കേട്ടോ മകളെ, വേറൊരു വയലിലും എന്ത് ചെയ്യണ്ട? സ്തോത്രം പറഞ്ഞാട്ടെ. 5-6 ദിവസം കഴിയുമ്പോൾ, ഒരു ആഗസ്റ്റൊക്കെ ആകുമ്പോൾ, നമ്മൾ അങ്ങോട്ട് പോകുമ്പം ഓട്ടോറിക്ഷ ഇരുന്നു കൊണ്ട്, കാറ ഇരുന്നു കൊണ്ട് നോക്കുമ്പോൾ ഉണ്ട് ഒരു ബോർഡ്, ബ്ലെസ്സിങ് ഫയർ. സ്തോത്രം പറഞ്ഞാട്ടെ. എന്നാൽ പിന്നെ 2 ദിവസം അങ്ങോട്ട് കയറി ഉടവരെ അടിച്ച് നോക്കിയാലോ? വന്ന വെള്ളം നിന്ന വെള്ളത്തെ. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഒരുത്തിന് ഇറങ്ങിപ്പോയി. എവിടെ കറങ്ങിയത്? നീരോട്ടമുള്ള ദേശത്ത്. തിരിച്ചു വന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ഒരാളാണ് കറങ്ങാൻ പോയത്. പറഞ്ഞ്, അളിയ ആ റൂം വെറുതെ കിടക്കുക, ബാ. 7 പേരെയും കൊണ്ട് എന്ത് ചെയ്തത്? ഇപ്പോൾ ഒരു വിടുതലായിട്ടുണ്ട്, ചെന്ന് കയറരുത്. സ്തോത്രം പറഞ്ഞാട്ട്. ഞാൻ ഒരു മീറ്റിങ്ങിന് ശുശ്രൂഷിക്കാൻ പോയപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ പേര് ബ്ലെസ്സിങ് ഫയർ എന്നാണ്. എനിക്ക് നല്ല പേരൊക്കെ, ഞാനൊന്നും വിമർശിക്കുന്നില്ല. പക്ഷേ എനിക്കൊരു കൗതുകത്തിൽ ചോദിച്ചു. ഞാൻ ചോദിച്ചു, അധീഷനോട് ചോദിച്ച്, ഈ പേരിൻ്റെ ആകത്തുകയൊന്ന് പറയാൻ പറഞ്ഞു. അനുഗ്രഹത്തിൻ്റെ തീ. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ അതിൻ്റെ ഞാൻ ചോദിച്ചു, അനുഗ്രഹത്തെ തീ ഇട്ട് നശിപ്പിക്കും എല്ലാം കൂടെ?
സ്വത്രം. അങ്ങനെ ചൊവ്വയും കൂടെ ആ പേരിനകത്തുണ്ട്. അതുകൊണ്ട് കാല പെറുക്കാൻ വന്നതാ. ദൈവം നിന്നെ അളന്ന് കൊടുക്കുന്നവളാക്കി എന്ത് ചെയ്യും? 2026 നിന്റെ നാഴിക്കകത്ത് നന്മ തരാൻ പോവാ. നീ അളന്നു കൊടുക്കും. നീ അളന്നു കൊടുക്കും. ആർക്കും ഒതുക്കാൻ കഴിയാത്ത ഒരു വലിയ അളവ് ദൈവം നിന്റെ കയ്യിൽ തരികയാ. ഞാൻ ആ വെളിപ്പാട് ഒന്നുകൂടി പറയാം. കാല പെറുക്കാൻ വയലിനകത്ത് വന്നവളാ ഇന്ന് അളന്നു കൊടുക്കുന്നവളായെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, 25 നീ കാല പെറുക്കുകായിരുന്നു, 26 അളന്നു കൊടുക്കത്തക്ക നിലകളിൽ നിന്റെ നന്മയെ വിശാലമാക്കാൻ എൻ്റെ ദൈവം മതിയായവനാ. അതുകൊണ്ട് ഒരു പോസ്പിരിറ്റി, ഒരു സാമ്പത്തിക വർധനവ് നിനക്ക് എന്ത് ചെയ്യണം? സ്വത്രം പറഞ്ഞാട്ട് ആമേൻ. സമ്പത്ത് വർദ്ധിപ്പിക്കണം. എന്ത് ചെയ്യണം? വേണ്ടേ? പറയണം. ബാക്കിയുണ്ടോ അങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു? ആവർത്തനം 8:18 ഇവരൊക്കെ പറഞ്ഞു നമുക്ക് വചനം അറിയത്തില്ലെന്ന്. നോക്കിയാണ് ആവർത്തനം 8:18. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. 8 കയറുക, 8-18 ചാടുക. ആ ആ ആ ആ ആ കണ്ട, അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ. അപ്പം സമ്പത്തുണ്ടാക്കാൻ ആര് ശക്തി തരും? ബോധം പറയണം. പ്രൈസ് ദി ലോർഡ്. പണ്ടാരൻ്റെ പ്രസംഗിച്ച് പൗലോസ് ചാകുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു പുതപ്പ്, കുറച്ച് പുസ്തകം, അല്ലേ, ഒരു കണ്ണാടി. ബോധമില്ലാത്തവന്മാരാ. കൂലിക്കെടുത്ത വീട്ടിൽ 2 കൊല്ലം. അന്നത്തെ കണക്കനുസരിച്ച് പൗലോസ് അന്ന് താമസിച്ച ആ വീടിൻ്റെ റെൻറ്റ് ഇന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 കൊല്ലം കൊണ്ട് പൗലോസ് അടയ്ക്കേണ്ടത് ഇന്ത്യൻ റുപ്പി, അവിടുത്തെ അന്നത്തെ കണക്ക് ഇന്ന് ഇങ്ങോട്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കൊടുക്കേണ്ടത് പൗലോസ് 5.5 ലക്ഷം രൂപയാണ്. അപ്പം കാശില്ലാത്തവനാണോ? ഇനി അവൻ വല്ലതും നിനക്ക് കടം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ എന്ത് ചെയ്യുക? അങ്ങനെ തരാന്ന് അവൻ എന്ത് വരുത്തിയെന്ന് ഉറപ്പുണ്ടോ? എന്നിട്ട് അവൻ എത്ര കടം വരുത്തിയത്? ചാച്ച എല്ലാം കൂടെ 1000 രൂപ. ഞാൻ തരാം എന്നാണ് പറഞ്ഞത്. അവന് നിനക്ക് എന്ത് കടം വരുത്തിയാലും അതെല്ലാം ഞാൻ എന്ത് ചെയ്യുക? അതെല്ലാം. അപ്പം പുള്ളി ഒന്നുമില്ലാത്തവനാ ചത്തെന്നാണ് പറയുന്നത്. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം സമ്പത്തുണ്ടാക്കാൻ ദൈവം നിനക്ക് എന്ത് തരും? ആ വാക്യം നീ എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണം. ശക്തി തരുന്ന ദൈവമാ. നീ ക്ഷീണിച്ചു പോകത്തില്ല. ഒരു നന്മ കാണുവോളം നിന്റെ കണ്ണടയത്തില്ല. നിന്റെ പാണ്ഡികശാലയിൽ നീ വിതച്ചു കൊയ്ത് കൂട്ടുവോളം നിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു ആത്മീയ വർധനവ് മാത്രമല്ല, ഒരു ഭൗതിക വർധനവ് ദൈവം നിന്റെ മേൽ കൈമാറുകയാ. കർത്താവ് മരിക്കാൻ നേരത്ത് കല്ലറ ആരെയായിരുന്നു? പുള്ളി ആരായിരുന്നു? അരിമത്തി യോസേപ്പ് എന്ന് പറഞ്ഞ പുള്ളി സാധാരണക്കാരനാണോ? പിന്നെ പുള്ളി മന്ത്രിയാ. മന്ത്രിയുടെ കല്ലറ. സ്തോത്രം പറയണം. ആമേൻ. സ്തോത്രം പറയണം. മന്ത്രിയുടെ കല്ലറ അടക്കിയത് അവൻ സമ്പന്നന്മാരോടുകൂടെ അടക്കപ്പെട്ടെന്ന. സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ദൈവം തൊടും. ഞാൻ വേഗത്തിൽ അതൂതിലേക്ക് ഇറങ്ങി വരാം. അങ്ങനെ പൗലോസ് സുവിശേഷ വേലയ്ക്കകത്ത് വരിക. സഭയെ തകർക്കാൻ വന്നവൻ ഇപ്പം എന്ത് ചെയ്യുക? സഭയെ പണിയുന്നു. അപ്പോസ്തലപ്രവൃത്തി 8:1. അപ്പോസ്തലപ്രവൃത്തി 8:1 വായിര്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8:1 വേഗത്തിൽ വായിച്ചു. ആ ആ ആ ആ ആ ആ ആ ആ ആ അടുത്ത് അടുത്ത് ആ ആ ആ സഭ എന്ത് ചെയ്തു?
മുടിച്ചു പോകുന്നു. ഒരു ആമേൻ പറഞ്ഞാട്ടെ. കൊലോസ് ലേഖനം 1:24 വായിച്ചേ. 25. കൊലോസ്യർ 1:25. കൊലോസ് ലേഖനം 1:25. എഴുതി വായിക്കേ. കൊലോസ്യർ ലേഖനം 1:25. ഇപ്പം ആരായെന്ന്? സഭയുടെ നേരത്തെ സഭയെ മുടിച്ചവൻ. ഇപ്പം ആരാ? സഭയുടെ കളിക്കരുത്. സഭയോട് കളിക്കരുത്. സഭയ്ക്കകത്തും കളിക്കരുത്. സഭയ്ക്കകത്തും കളിക്കരുത്, സഭയോടും കളിക്കരുത്. ഒരാമേൻ പറയണം. ആമേൻ. പൗലോസ് ദൈവവേലയ്ക്കകത്ത് വന്നു. അനന്യാസ് ദൈവവേലയ്ക്കകത്ത് കൊണ്ടുവന്നു. പുള്ളിയുടെ 1ാം മിഷണറി യാത്രയാണ് 16-ാം അധ്യായം. 1ാമത്തെ മിഷണറി യാത്രയിൽ ആദ്യം കിട്ടിയ വിശ്വാസിയാണ് ആര്? ലുദിയ. പുള്ളി രക്താംബരം വിൽക്കുന്നവള. അതായത് തുയത്തൈരെ പട്ടണക്കാരുടെ ഈ വസ്ത്രവ്യാപാരം, ആശാരിപ്പണി, നെയ്ത്ത്, പിന്നെ കല്യാണ പെൺകുട്ടിയെ അലങ്കരിക്കുന്ന, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവൾ അത് എവിടെ കൊണ്ട് വിൽക്കും? ഇവക്ക് ഫിലിപ്പിയിലും ഒരു വീടുണ്ട്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പം അങ്ങനെ വരുമ്പോൾ പൗലോസ് പ്രസംഗിക്കുന്ന പുഴവക്കത്ത് കേട്ട് ഇവിടെ ഹൃദയം എന്ത് ചെയ്ത്? തുറന്ന്. പൗലോസ് ഫിലിപ്പിയിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ പൗലോസിനോട് കൂടെ ശുശ്രൂഷിച്ച് ഇവക്കൊരു ആത്മീയ ലീഡിങ് ഉണ്ടായി. സ്വതന്ത്രം പറഞ്ഞാട്ടെ. കുറച്ച് കാലം കഴിഞ്ഞ് പൗലോസ് അവിടെ നിന്ന് കപ്പൽ കയറി തെസ്സലോനിക്കയിലേക്ക് പോയി. അപ്പോൾ ഇവളുടെ വീട്ടിലൊരു ആരാധനയൊക്കെ ആരംഭിച്ചപ്പം ഇവൾ പറഞ്ഞ്, ചേട്ടാ, എൻ്റെ നാട്ടിലും കൂടെ ഒരു സഭ തുടങ്ങിയാലോ? പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ യൂട്യൂബിനകത്ത് ഗൂഗിളിൽ കയറിയിട്ട് തുയത്തര നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുരിശിൽ പാമ്പ് ചുറ്റിക്കിടക്കുന്ന പടവാണ്. ആ ദേശത്തെ ജനം ആരാധിക്കുന്നത് സർപ്പത്തെയാണ്. ഇവൾ സർപ്പത്തെ ആരാധിച്ചവളാണ്. പക്ഷെ സുവിശേഷം ഇവിടെ അകത്ത് കയറി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവൾ പറയുക, എൻ്റെ ദേശത്ത് സർപ്പാരാധനയിൽ കിടക്കുന്ന ചിലതിനെ എനിക്ക് ദൈവാരാധനയ്ക്കകത്ത് കൊണ്ടുവരണം. ഇനി വിശ്വാസിയായിരിക്കുന്ന ചിലതിനെ അല്ല ഇതിനകത്ത് തരാൻ പോണത്. ആത്മഭാരമുള്ള ചിലതിനെ, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്യുന്ന ചിലതിനെ, ആത്മാക്കളെ ഒരുക്കുന്ന ചിലതിനെ, പ്രാർത്ഥിക്കുന്ന ചിലതിനെ, വെളിപ്പാടുള്ള ചിലതിനെ, ധനമുള്ള ചിലതിനെ ഇതിനകത്ത് കൊണ്ട് ചേർത്ത് നിർത്തി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുക. ഇതൊക്കെ ഞാൻ ദൂതായിട്ട് പറയാം. അങ്ങനെ തുയത്തേരക്കാരിയ ലുദിയ തുയത്തേര് വന്ന് അവിടെ വീട്ടിലൊരു ആരാധന തുടങ്ങി. ആ ആരാധന അങ്ങോട്ട് ഡെവലപ്പായി. ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പം തുയത്തേരയിൽ ഈ സഭ വരാനുള്ള കാരണം ആരാണ്? ലുദിയ. പക്ഷെ ഇപ്പം ആ സഭയെ തകർക്കാൻ നിൽക്കുന്ന വ്യാപാരം ഏതാ? ഇസബേല്. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. പിടികിട്ടുന്നുണ്ടോ? സ്വോത്രം പറയണം. നിന്റെ വളർച്ചയെ തടയുന്ന ഇസബേല്, നിന്റെ വിശുദ്ധിയെ കെടുത്താൻ നോക്കുന്ന ഇസബേല്, നിന്റെ ജീവിതത്തെ തകർക്കാൻ നോക്കുന്ന ഇസബേല്, ഇന്ന് പകൽ ചില ഇസബേലിന്റെ വ്യാപാരങ്ങൾ ഇതിനകത്ത് അഴിയട്ടെ. ആമേൻ. ഞാനൊരു 10 മിനിറ്റ് കൂടെ നിൽക്കും. ഒരാമേൻ പറഞ്ഞാട്ടെ. കാരണം ഈ ചില വീട്ടിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കും മീറ്റിംഗ് കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ ആദ്യം സാമ്പാർ ഒഴിക്കും, കുറച്ച് ചോറ് കഴിക്കും, അടുത്ത സാമ്പാറിന് അടുത്ത് തന്നെയാണ് ആദ്യം പരിപ്പ്, പിന്നെ സാമ്പാർ, പിന്നെ രസം. സ്വോത്രം. നമ്മൾ ഓരോ കറിയുടെ 3/4 ഭാഗം തീർത്ത് അവസാനം 2 ഉരുളേ ഉള്ളൂ. അന്നേരം വന്ന് വെച്ചു, അയ്യോ പാസ്റ്റേ പപ്പടം തരാൻ മറന്നുപോയി. പിന്നെ മാമ ഉച്ചയ്ക്ക് വീശിക്കൊണ്ട് കിടക്കാം. സ്വോത്രം. അപ്പം ഞാൻ ഈ പോഷൻ തീർത്തില്ലെന്നുണ്ടെങ്കിൽ രാത്രിത്തേക്ക് പിന്നെ ഇത് എഫക്റ്റ് ചെയ്യത്തില്ല. സ്വോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. തുയത്തേര സഭ അങ്ങോട്ട് ഡെവലപ്പായി. ആ സഭയോട് ദൂത് പറയുന്നതിൻ്റെ പേര് പറയുന്നുണ്ട്, ദൈവപുത്രൻ. തുയത്തേര സഭയോട് പറയാണ്, നിന്നോട് ദൂത് പറയുന്നവൻ ആരാ? ദൈവപുത്രൻ. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ,
സ്വത്രം പറഞ്ഞാട്ടെ. നിന്നോട് ദൂത് പറയുന്നവൻ നിനക്ക് സമനല്ല. നിന്നോട് ദൂത് പറയുന്നവൻ മരിച്ചവനല്ല, മരണത്തെ ജയിച്ചവനാ നിന്നോട് നിന്റെ തലമുറകളോടും ആലോചന പറയുന്നത്. സ്വത്രം സ്വത്രം. ഇനി ശ്രദ്ധിക്കണം, ആ സഭയുടെ വിശ്വാസികളുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, സ്നേഹമുള്ളവർ, വിശ്വാസമുള്ളവർ. ഒരാമേൻ പറഞ്ഞാട്ടെ. കാരണം ഈ സ്നേഹവും വിശ്വാസവും പ്രവൃത്തിയും സ്ത്രീകളോട് കണക്റ്റഡാണ്, ഇല്ലേ? ശരിക്കും പുരുഷന്മാരെ കാട്ടി സ്നേഹം ആർക്കാണ്? സ്ത്രീകൾക്കാണ്. കുഞ്ഞിനോട് അപ്പനാണോ സ്നേഹം, അമ്മയ്ക്കാണോ സ്നേഹം? തിരിച്ചു പറയണം. അപ്പന് സ്നേഹം, അമ്മയ്ക്ക് വാത്സല്യം. അങ്ങനെ അപ്പൻ എന്താണ്? സ്നേഹം, അമ്മയ്ക്ക് വാത്സല്യം. അതുകൊണ്ട് തന്നെ ചില തലമുറ എന്നാ കന്നന്തിരി കാണിച്ചാലും പറയും ചുമ്മാ ഇരുന്നേ. ചെറുക്കനെ വഴക്ക് പറയാതെ, അവൻ ഒന്നാമത് ടെൻഷനാ. 40 വയസ്സായി, എന്തൊരു ടെൻഷൻ. സ്വതന്ത്രം പറയണം. അപ്പം പറയും കള്ളച്ചോറ് നിന്ന് ഇവിടെ കിടക്കാൻ പറ്റിയല്ല, പണിക്ക് വയ്ക്കണം എവിടെങ്കിലും. തള്ള എവിടെ നിന്നുണ്ട് കാണിക്കും. മോനെ ബലപ്പെടുത്ത ചുമ്മാതെ. അപ്പോൾ ചെറുക്കം ഒന്ന് മുഖം പറയും, മക്കള് അപ്പറേ വാ, മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട്. തന്ത എന്നാ പറഞ്ഞത്? കള്ളച്ചോറിന്ന് കിടക്കരുതെന്ന്. എന്താ പറയും, നിങ്ങൾ ആരോടാ പറയുന്നത്? ചെറുക്കൻ എന്ത് വിഷമാണെന്നറിയാവോ? അവൻ്റെ ആ പിഞ്ച് ഹൃദയം. എത്ര വയസ്സായവന്? 40 വയസ്സ്. അപ്പം തള്ളയ്ക്കിപ്പോഴും ആരാണ്? ഈ ചില വീട്ടിലെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. മകൻ കല്യാണം കഴിച്ച് 4 പിള്ളേരായി. മകനും മകൻ്റെ ഭാര്യ 4 പിള്ളേരും വരുമ്പം അമ്മ ഓടി എങ്ങോട്ടാണ് പോകണമെന്നറിയാമോ? എന്നാടാ നീ ഇങ്ങനെ ഇരിക്കുന്നേ? കാരണം അത് ഈ വയറ്റിൽ നിന്ന് ഇറങ്ങി പോയതുകൊണ്ടാണ്. മറ്റത് വല്ല വയറ്റിൽ നിന്ന് ഇറങ്ങി വന്നതാ. സ്നേഹമുണ്ട്, അതങ്ങനെ വരത്തുള്ളൂ. നിങ്ങൾ എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഞാൻ ഒരാൾ പ്രസംഗിച്ച് ഉദാഹരണം പറയാം. ഒരു ചെറുക്കന് ഇൻ്റർവ്യൂ ഉണ്ട് എറണാകുളത്താണ് ഇൻ്റർവ്യൂ പോയി. ഒരാൾ പറഞ്ഞു കേട്ടാരെന്ന് എനിക്കറിയത്തില്ല, ഇത് കടമെടുത്ത് പറയാം. രാവിലെ വീട്ടിൽ നിന്ന് പോയതാ. അപ്പം അപ്പം പറഞ്ഞു, ആടാ ഇങ്ങോട്ട് വാ, ദാ ഒരു 500 രൂപ വണ്ടി കൂലിക്ക്. തള്ള പറയും, വാ ദാ 1000 രൂപ, ബിരിയാണി കഴിച്ചോണം, ജ്യൂസും കുടിച്ചോണം, മൊബൈലും ചാർജ് ചെയ്തു. ചെറുക്കൻ പോയി 4 മണിക്ക് വരേണ്ടവൻ 8 മണിയായിട്ട് എന്ത് ചെയ്തില്ല? തന്ത ആ കസേര ഇരിപ്പുണ്ട്, കാലും വെച്ചോണ്ട്. തള്ള മുറ്റത്ത് കിടന്ന് എന്ത് ചെയ്യും? നീ ആ ഫോണെടുത്ത് വിളിയെന്നേ. സ്വോത്രം. തന്ത പറയും, നിലാവത്ത് കോഴി നടക്കുമ്പോൾ നടക്കാതെ ഇങ്ങോട്ട് കയറിയില്ലടി. നിങ്ങൾ പോയി മനുഷ്യ അവിടെ നിന്ന്. ചെറുക്കനെ കാണുന്നില്ല. സ്വോത്രം പറഞ്ഞാട്ടെ. പോയത് അവിടെ എറണാകുളത്ത് വലിയ MD മേടിച്ച് കറങ്ങി കിടക്കുന്ന ആർക്കറിയാം? സ്വോത്രം. തള്ളയ്ക്ക് വെപ്രാളം, ചെറുക്കനെ കാണുന്നില്ല. കൊച്ചു പിള്ള എറണാകുളത്ത്. ഇവൻ്റെ ഫേസ്ബുക്കിൽ 5 ID ഉണ്ട്. സ്വോത്രം പറഞ്ഞാട്ടെ. കുറേ കഴിയുമ്പോൾ ഇവനും ഗേറ്റ് തുറന്ന് കയറി വരുന്നു. തള്ള ഓടിച്ചു ചേട്ടാ, കഴിച്ചോ കുടിച്ചോ? നീ എന്താ കഴിച്ച ഉച്ചയ്ക്ക്? ചോറ്. ബിരിയാണി തിന്നാലേ ഞാൻ പറയാം നിൻ്റെ അടുത്ത്. തള്ള നീ വണ്ടി കിട്ടിയോ, സീറ്റ് കിട്ടിയോ ഒക്കെ ചോദിച്ചു വരും. അങ്ങോട്ട് കയറുമ്പോൾ തന്ത, ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? നീ കുടിക്കുമെന്ന് അവനാ, നാളെ കുടിക്കാൻ വല്ല വക ഉണ്ടെന്ന് അവൻ ചോദിക്കുന്നത്. ഇൻ്റർവ്യൂ എങ്ങനെ, നിനക്ക് ഭാവി ഉണ്ടെന്ന് അപ്പൻ അറിയേണ്ടത്. പക്ഷെ തള്ളയുടെ വാത്സല്യമാണ്. ജോലി ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ നിന്നെ തരാം, ചോറ് തരാം. സ്വോത്രം പറഞ്ഞാട്ടെ. ഇന്നലെ പറയാം, അമ്മ നടുവേദന, നീ കേടാ ഞാനിപ്പോൾ തൈലം ഇട്ട് തരാം. അതാണ് അമ്മയുടെ സ്നേഹം. ഇവൻ ഏത് കാട്ടിൽ പോയി ചോദിച്ച് പറയാം, അമ്മ എന്ത് മക്കളെ, എനിക്കൊരു പെണ്ണിന് ഇഷ്ടം. മക്കൾക്ക് ഇഷ്ടമാണ്, പിന്നെ അമ്മയൊന്നും പറയുന്നില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ മക്കളോട് കൂടുതൽ അറ്റാച്ച് ആരാണ്? അമ്മയാ. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പം ഈ സഭ തുടങ്ങിയത് ആരാ? സ്ത്രീ. അതുകൊണ്ടാണ് ആ സഭ പറഞ്ഞത് നിങ്ങളുടെ സ്നേഹം, സ്തോത്രം പറഞ്ഞാട്ടെ, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ വിശ്വാസം. ഇത് കണ്ടപ്പോൾ പിശാചിന് മനസ്സിലായി
തുയത്തൈര സഭ കയറി വരും. ഇപ്പം കിടക്കുന്ന ലെവലല്ല ഈ സഭ, ഇത് കയറി വരും. വാക്തത്വമുണ്ട്. കാരണം ഇതിനകത്ത് മുഴങ്ങുന്ന പ്രവചനങ്ങൾ ചിലർ കേൾക്കുന്നുണ്ട്. അവർക്കറിയാം ഇത് കയറി വരും, ഇത് ഉണരും, ഇത് ബലപ്പെടും, ഇത് ശക്തിപ്പെടും. ഇതിനകത്ത് ദൈവപ്രവർത്തി. സ്വത്രം. അതുകൊണ്ട് ഏലിയാവിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനത്തെ ഒതുക്കിയ ഇസബേൽ എന്ന പിശാചിൻ്റെ ആത്മാവിനെ പിശാച് എവിടെ കൊണ്ടുവന്നു? തുയത്തൈര സഭയ്ക്കകത്ത്. BC-യിൽ കിടന്ന ദുരാത്മാവിനെ AD 606 കൊണ്ടുവന്ന സഭയ്ക്കകത്തിട്ട്. നിങ്ങൾ സ്വോത്രം പറയണം. ഇതിൻ്റെ പേരാണ് പാരമ്പര്യ പോര്. നിങ്ങൾ സ്വോത്രം പറയണം, സ്വോത്രം പറയണം. പ്രാർത്ഥിച്ചു കൂടെ വന്ന് കയറിക്കേ. ഹല്ലേലൂയ. അപ്പം ഇസബേൽ കയറിയിട്ട് ചെയ്ത പണി പറയാം. എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിക്കുകയും വിഗ്രഹാർപ്പിതം തിന്നാൻ അവരെ പ്രേരിപ്പിച്ചു. വിശ്വാസത്തിൽ നിന്നവരെ ദൈവസ്നേഹത്തിൽ നിന്നവരെ ഇവള് തെറ്റിച്ച് കളഞ്ഞെന്ന്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇതിനകത്ത് കയറുന്ന ജനത്തിൻ്റെ വിശ്വാസ കപ്പലിനെ പൊളിക്കാൻ നോക്കുന്ന ചില വ്യാപാര ശക്തികൾ, ചില പോരാട്ടങ്ങൾ, ചില വെല്ലുവിളികൾ ഇന്ന് പകലിൽ ഇതിനകത്ത് അഴിയ. സ്വോത്രം, സ്വോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോയാൽ ആമേൻ. സ്വോത്രം. അപ്പം ലുദിയായിക്ക് മനസ്സിലായി സഭ തീർന്ന്. ഇസബേൽ സഭയ്ക്കകത്ത് കയറി. സ്വോത്രം പറഞ്ഞാട്ടെ. ഇസബേലിൻ്റെ നാട് എവിടാന്നറിയാവോ? ഇസബേലിൻ്റെ നാട് കൊല്ലകോണം വളവിൽ. ആ ബസ് നിർത്തിട്ട് ചായപ്പിടിയുടെ ഇടയിൽ കൂടെ കയറി പോകുമ്പോൾ കാണുന്ന വീട് കൊല്ലകോണം. എവിടാ? സീതോന്യ ദേശക്കാരിയ. പിടികിട്ടിയോ? ഇസബേലിൻ്റെ ആരാധന ഏലിയാവ് വെട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞുമഴയും. എന്നിട്ട് എവിടോട്ടാണ് പോയത്? കെരീത്തിലേക്ക്. കെരീത്തിൽ നിന്ന് എങ്ങോട്ടാണ് പോയേ അറിയാവോ? സാരാഭാത്ത. ഈ സാരാഭാത്ത് എവിടെ കിടക്കുന്ന അറിയാവോ? സ്വോത്രം പറയണം. കളിക്കവളെ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറം കേരളം, ഇപ്പുറം. സ്വോത്രം പറഞ്ഞാട്ടെ. പനിച്ചുമൂടിൻ്റെ അപ്പുറം തമിഴ്നാട്, ഇപ്പുറം കേരളം. സാരാഭാത്തയുടെ ഒരു ഭാഗം സീതോൻ, ഒരു ഭാഗം ഇസ്രായേൽ ദേശമാണ്. ഇവിടെ റേഷൻ കാർഡ് ഓടുന്നത് സീതോനില്ല. ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോണ അവിടെ അതറിയാവും? ഇസ്രായേലില്ല. സ്വോത്രം പറഞ്ഞാട്ടെ. ചിലർക്ക് വസ്തു കിടക്കുന്ന എവിടെയാണ്? തമിഴ്നാട്ടിൽ നാരകത്തുംകുഴിയിൽ. റേഷൻ കാർഡ് എവിടെ ഇരിക്കുന്നത്? എള്ളുവിളയിൽ. കൂട്ട് നിൽക്കുന്നവരും തല്ലി മേടിക്കും. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കെട്ടിപ്പോകേണ്ടത് എവിടെ? കോട്ടയത്ത് വന്ന് കിടക്കുന്ന കാട്ടാക്കടയിൽ. ഇത് ശരിയായ രീതിയല്ല. 2020 പടച്ച് പൊളിക്കുവോ എൻ്റെ ദൈവമേ? സ്വോത്രം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ കെരീത്തിൽ നിന്ന് ഏലിയാവ് എങ്ങോട്ടാ പോയേ? സാരാഭാത്ത. അതിൻ്റെ കാരണം പറഞ്ഞുതരാം. ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ ആർക്കും പുറത്തിറങ്ങാൻ വയ്യ. പക്ഷെ ഞാൻ മീറ്റിങ്ങിന് പോയി. സ്വോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ ഒരു പാസ് പറഞ്ഞു, പാസ്റ്റേ ഞങ്ങളുടെ ചർച്ചിൽ ഒരു പെങ്കുച്ചിന് പോരാട്ടം, ആരെ വിളിക്കും? പാസ് വരുമെന്ന് ചോദിച്ചു. ഞാൻ പോയി. ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ ഊടുവഴിയെല്ലാം കയറി ഒരു കൈലുമുണ്ട് കൊടുത്ത് ടീഷർട്ട് ഇട്ട്. സ്വോത്രം പറഞ്ഞാട്ടെ. അവിടെ ഞാൻ ബൈബിളൊന്നും എടുത്തില്ല. അങ്ങനെ ഊടുവഴി ചാടി കയറി ഇവിടെ കുടക്കൂ ചാടിത്തിരിഞ്ഞ് കളിയേക്കള ചെന്ന് അവിടുന്ന് അടുത്ത റൂട്ട് കയറി ഇറങ്ങി. എനിക്കറിയത്തില്ല, 3.5 മണിക്കൂർ കൊണ്ട് ഞാൻ സ്വോത്രം അവിടെ നമ്മുടെ കഴിവുന്നിട്ട എത്തി. സ്വോത്രം പറഞ്ഞാട്ടെ. 2 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ എന്ത് ചെയ്ത്. പിന്നെ എനിക്കിന്നും ഓർമ്മയുണ്ട്, ഒരു വീടിൻ്റെ മതിലിൻ്റെ സൈഡിൽ കൂടെ ബൈക്ക് വലിച്ച് ഇറക്കിയൊക്കെ എന്ത് ചെയ്തത്. സ്വോത്രം പറഞ്ഞാട്ടെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അയാൾ പറയാ, പാസ്റ്റേ പേടിക്കണ്ട, ഇതിലെ കൂടെ തന്നെയാണ് എല്ലാ പയ്യന്മാരും എന്ത് ചെയ്യുന്നത്. സ്വോത്രം പറഞ്ഞാട്ടെ.
അപ്പം 4 പാടും പോലീസ് നിൽക്കുമ്പം ആ കളിക്കുള്ള ഇപ്പുറത്തുകൂടെ ഒരു വീടിൻ്റെ സൈഡിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റും. സ്വത്രം പറഞ്ഞാട്ടെ. സീദോനിലെ ഒരു വ്യാപാരം സരാഫാത്തിൽ കൂടാണ് ഇസ്രായേലിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് കെരീത്ത് നേരെ അങ്ങോട്ട് പോയത്. ഒരാമയും പറഞ്ഞാട്ടെ. അവളൊരു പദം പറയുന്നുണ്ട്, ഈ സരാഫാത്തിലെ വിധവ, മകൻ മരിക്കുമ്പം നീ എൻ്റെ പാപത്തെ ഓർപ്പിക്കാൻ. അപ്പം ഇസബേലിൻ്റെ ഡ്യൂട്ടി എന്താ? ഇസബേലിൻ്റെ ക്യാരക്ടർ പറയാം, നിൻ്റെ അമ്മയുടെ പരസംഗം. ആ നാട്ടിലെ സകല സ്ത്രീകളുടെ അകത്ത് ഈ വ്യാപാരമുണ്ട്, അത് ഇവളിലുമുണ്ട്. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞ കെരീത്തിയിരുന്ന് പുട്ടടിച്ച മതി ചെന്ന് വെട്ടാൻ. പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? അപ്പം സഭയ്ക്കകത്തുനിന്ന് മാത്രമല്ല, അവൾ ഭരിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്യുന്ന ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് അമിസ്വത്രം പാപമാണ്. ഒരാമയും പറഞ്ഞാട്ടെ. പരസംഗ ശക്തിയാണ്. അത് തുയത്തൈര സഭയ്ക്കകത്ത് അവൾ കൊണ്ടുവന്നു. ഒരാമേ പറഞ്ഞാട്ടെ. സ്നേഹത്തിലും വിശുദ്ധിയിലും ദൈവകൃപയിലും നിൽക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെ സ്പിരിറ്റ് കൊണ്ടുവരുന്ന, പരസംഗത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുവരുന്ന ആ പോരാട്ടത്തെ ഇരുമ്പുകൾ പിടിച്ചിരിക്കുന്നവൻ ഒരു കുശവന്റെ കൂട്ടം ഉടയ്ക്കുന്ന പോലെ ദൈവം ഉടയ്ക്കുകയാ. ഒരു സ്വോത്രം പറഞ്ഞേ. ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്വോത്രം പറ. ഇസബേലിൻ്റെ ഒരു 10-16 ക്യാരക്ടറുണ്ട്. നോക്കട്ടെ, നമുക്ക് രാത്രി അതൊന്ന് എടുത്ത് നോക്കാം. അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും കർത്താവാസം ഒരുക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇസബേൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്വോത്രം പറഞ്ഞ് ഉപദേശിമാരൊന്നും ഇസബേൽ ചുമ്മാ പറഞ്ഞ് വെക്കത്തുള്ളൂ. ഇസബേലിന് കുറേ ക്യാരക്ടറുണ്ട്. ഒരാമയും പറഞ്ഞാട്ടെ. അവൾ ഇസ്രായേലിൽ കൊണ്ടുവന്ന കുറേ പുതിയ ഭരണപരിഷ്കാരങ്ങളുണ്ട്. സ്വോത്രം പറയണം. 2 പ്രവാചകന്മാർക്ക് ഏലിയ അവളെ ജയിച്ചോ? ഏലിയ അവളെ ജയിച്ചില്ല. ഏലീശ ജയിച്ചോ? ഏലീശ ജയിച്ചില്ല. പിന്നെ ജയിച്ച ആരാവളെ? യേഹു. ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ അവൾ അവിടെ കണ്ണി എഴുതിക്കൊണ്ടിരിക്കുക മഷി. ഏലീശ പോകുമ്പോൾ അവൾ എന്ത് ചെയ്യുന്നുണ്ട്? പട്ടുസാരി കൊടുത്തോളം നിൽക്കായിരുന്നു. ഈ യേഹു എന്ന് വെച്ച് പറഞ്ഞ് തള്ളിയിടാന്ന് പറഞ്ഞോട്ട്. ഏലിയാവെന്ന് വെച്ച് പറഞ്ഞത് അമ്മാമ്മേ മാനസാന്തരപ്പെടാൻ അവസരമുണ്ട്, വിളിച്ചെന്താ അമ്മാമ്മയെന്ന്. പക്ഷേ യേഹു എന്നെ വിളിച്ചത് കള്ളിയെ തള്ളിയിടാ ഇങ്ങോട്ട്. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ആത്മാവുള്ളവന് കോംപ്രമൈസ് ഒന്നുമില്ല. സ്വോത്രം പറയണം. സ്വോത്രം പറയണം. എടാ മേളിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ചവിട്ടിയിടാ ഇങ്ങോട്ട് അവളെ. ഒരു സ്വോത്രം പറയണം. സഭയെ തകർക്കാൻ നിൽക്കുന്ന ചില സ്ത്രീ ശക്തികളെ, ഇസബേലിന്റെ വ്യാപാരങ്ങളെ ഈ 2026 1-ാം തീയതി 1:15 ഞങ്ങൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അതിനെ വെട്ടുകയാ. ശ്രദ്ധിച്ചേ. അപ്പം തുയത്തൈര സഭയ്ക്കകത്ത് കയറിയ ഇസബേലിൻ്റെ വ്യാപാരത്തെ വെട്ടിയവൻ്റെ പേര് പറയാം, ദൈവപുത്രൻ. അടുത്ത വാക്യം പറയുന്നത് ഇരുമ്പുകോൽ കയ്യിൽ. ഈ ഇരുമ്പുകോലിനെ കുറിച്ചൊരു വാക്യം ഒന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ അവൻ ഇരുമ്പുകോൽ കൊണ്ട് ജാതികളെ ഭരിക്കും. അപ്പം 2-ാം സങ്കീർത്തനം മശികാ സങ്കീർത്തനവാ, രാജഭരണവാ. അപ്പം കർത്താവിൻ്റെ ഭരണത്തെ കാണിക്കുന്ന സങ്കീർത്തനമാണ് 2-ാം സങ്കീർത്തനം. അങ്ങനെയെങ്കിൽ ഇസബേലെ, തുയത്തേര സഭയ്ക്കകത്ത് നിന്നെ ഇരുമ്പുകൾ കൊണ്ട് അടിക്കാൻ വരുന്നവൻ രാജാതി രാജാവ. അവൻ പറഞ്ഞൊരു പദം പറയാം, ഞാൻ എൻ്റെ സഭയെ പണിയും. ഒരാമയും പറഞ്ഞാട്ടെ. 2026 ഈ സഭയുടെ ചരിത്രം എഴുതാൻ പോണത് ദൈവപുത്രനാ. ഇതിനകത്ത് ഇറങ്ങി വന്നവൻ ദൈവപുത്രനാ. ഇന്ന് പകൽ ദൈവം ശക്തമായി പറയുന്നു, ഈ വർഷം 7-ാം മാസത്തിൽ നടക്കുന്ന മീറ്റിംഗ് ആ സ്ഥലം ബ്ലാങ്കായി കിടക്കത്തില്ല. അങ്ങേ അറ്റം വരെ ജനം ഇരിക്കത്തക്കവണ്ണ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടട്ടെ. ദൈവകരം വെളിപ്പെടട്ടെ. ആഴത്തിലെ ചില കെട്ടുകൾ വിശ്വസിക്കുന്നവര് സ്വോത്രം പറഞ്ഞേ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഒരാമയും പറഞ്ഞാട്ടെ. 7-ാം മാസം അങ്ങാറ്റം വരെ ചേറിട്ടിരുന്ന് ആരാധിക്കത്തക്കവണ്ണം കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. സൺഡേ അല്ല ഉപവാസ പ്രാർത്ഥനയ്ക്ക്. ഒരാമയും പറഞ്ഞാട്ടെ. ആർക്കും മായ്ച്ചു കളയാൻ കഴിയാത്തതും ആർക്കും മുത്തശ്ശിക്കഥ പോലെ മാറ്റാൻ കഴിയാത്തതുമായ വമ്പൻ 3 വിടുതലുകൾ
ഈ ആണ്ട് കർത്താവ് ഇതിനകത്ത് ചെയ്യും. യെസ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇദ്ദേഹം ഇനി ജീവിച്ചിരിക്കത്തില്ല, വീട്ടിൽ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രോഗീനെ വീട്ടിലേക്കല്ല, ഇവിടെ കൊണ്ടുവരും ദൈവം. ഒരാമയം പറയണോ? ഒരാമയം പറയണോ? ആ മനുഷ്യന് ലഭിക്കുന്ന വിടുതലുകൾ കർത്താവ് പറയുന്നു, അത് ഈ സഭയോടുള്ള ബന്ധത്തിൽ 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള ചില ഗ്രാമങ്ങളോട് കണക്ട് ചെയ്യപ്പെട്ട് അതിനകത്തൊരു ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൈവം ആലോചന പറയുകയാണ്. ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ചില ഇസഭേല്യ തന്ത്രങ്ങളും മന്ത്രങ്ങളും വെല്ലുവിളികളും ഇതിനകത്ത് അഴിഞ്ഞു മാറുകയാ. 2026 ആണ്ട് നിന്നിലൂടെ വെളിപ്പെടുന്ന മഹത്വം, നിന്നിലൂടെ വെളിപ്പെടുന്ന ദൈവമഹത്വം ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക്, ആയിരങ്ങളെ ദൈവകൃപയിലേക്ക് നടത്തുന്നൊരു അഭിഷേകം നിന്റെ മേൽ പകരപ്പെടുകയാണ്. ഒരുമിച്ച് എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാ ദൈവമക്കളും